പിന്നെ നൃത്തത്തിലെ ശൂന്യതയിൽ തേർഡ് പാരഗ്രാഫിൽ അല്പം എനിക്കൊരു ഡൗട്ടുണ്ട്. ഞാൻ ഗുരുജി ചോദിച്ചു, എങ്കിലും അത് ഞാൻ ഷോർട്ടും ചെയ്ത് ഞാൻ പറയും. അതേ പറ്റുള്ളൂ. അതിൻ്റെ ആ എക്സാക്ട് ഡീറ്റെയിലോട്ട് പോകുന്നില്ല. പിന്നെ നിത്യജീവിതത്തിൽ പിന്നെ വിനിമയം ചെയ്യാൻ നാം സംസാരിച്ചേ മതിയാവൂ. അപ്പൊ സംസാരത്തിൽ നിലനിൽക്കുമ്പോൾ ചില പിന്നെ പിരിമുറുക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സാഹചര്യത്തിൽ നമുക്ക്, അതായത് ഉത്കണ്ഠയും ഭയവും ദേഷ്യവും വിഷാദവും ഒക്കെ ഉള്ള ആ ഒരു പിന്നെ വികാരത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്തവരാരെങ്കിലും വന്നാൽ നമ്മൾ മൗനം പാലിക്കും. പക്ഷെ അത് ഉള്ളിൽ മനസ്സിനെ, ദാറ്റ് ഡസന്റ് മീൻ മനസ്സ് നിശ്ചലമായി മിണ്ടാതിരിക്കുമ്പം, നേരെ മറിച്ച് മറ്റേ മനസ്സ് ചഞ്ചലമാണ് ആകുന്നത്. കാരണം ഒന്ന് ഒരു ഇഷ്ടമില്ലായ്മ, വേറെ ഒന്ന് ടെൻഷൻ ഉള്ളത്. ഇപ്പം മിണ്ടാതിരിക്കുന്നു എന്നും പറഞ്ഞാൽ അതിനകത്ത് രണ്ട് നെഗറ്റീവ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ മൈൻഡ്, അപ്പൊ അവിടെ നടക്കുന്ന എന്താന്ന് പറഞ്ഞാൽ മൈൻഡ് സ്കാറ്റേർഡ് ആണ് ആകുന്നത്, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രയാസം. അപ്പോൾ അങ്ങനെ വരുമ്പം വിനിമയം ചെയ്യാനും പിന്നെ അത് പിന്നെ അങ്ങനൊരു കാര്യം അവിടെ ഒരു നമുക്കൊരു പ്രശ്നം. എന്നാൽ നേരെ മറിച്ച് ഈ എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ് ചെയ്യാൻ ആധുനിക കാലത്തിൽ വളരെ ഈസിയാണ്. ഫോൺ, മൊബൈൽ, വാട്സാപ്പ് വഴി നമുക്ക് പിന്നെ നമ്മുടെ ആശയങ്ങളെല്ലാം എക്സ്ചേഞ്ച് ചെയ്യുന്നത് ത്രൂ ചാറ്റ്സ് ആൻഡ് വാട്ട് യു കോൾ ഇറ്റ് മെസ്സേജസ്, വോയിസ് മെസ്സേജസ്. അപ്പോൾ അങ്ങനെ വരുമ്പം അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഈ രണ്ട് കാര്യത്തിലും മറ്റേ മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആയിട്ട് മൈൻഡ് മിണ്ടാതിരിക്കുന്നതും വല്ലാതെ സംസാരിക്കുന്ന അല്ലെങ്കിൽ ആശയവിനിമയം നന്നായിട്ട് ചെയ്യുന്നിടത്തും ഈ രണ്ട് സാഹചര്യത്തിലും ഉണ്ടാവുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഡിപ്ലീഷൻ ഓഫ് എനർജി, ഊർജ ശോഷണമാണ് നടക്കുന്നത്. കാരണം മറ്റിടത്തും വേണ്ടിയ രീതിയിലല്ല പിന്നെ നമ്മുടെ അന്ധകരണം പ്രവർത്തിക്കുന്നത്. ഈ മറ്റേ കേസിലാരും ഔട്ട്വേർഡ് ഫോക്കസിങ്, മറ്റേത് മിണ്ടാതിരിക്കുന്നതുകൊണ്ട് ഇൻവേർഡ് ഫോക്കസിങ് ഇല്ല, അതില്ല. അപ്പൊ ഇത് രണ്ടും നമുക്ക് പിന്നെ ഊർജ ശോഷണം നടത്തുന്ന ആക്ടിവിറ്റീസ് ആണ്. അപ്പൊ പിന്നെ ഒരിടത്ത് സംഭാഷണം ഇല്ല, മറ്റിടത്ത് സംഭാഷണം ഉണ്ടായിരുന്നു. അപ്പോ ഈ സംഭാഷണം എന്ന് പറയുന്നതിനൊരു പ്രാധാന്യമുണ്ട്, വളരെ പ്രാധാന്യം ഉള്ളതും കൊണ്ട് ഒരു ചോദ്യത്തിന് വേണ്ടി നമ്മൾ ഒരു എക്സാക്റ്റ് ആൻസർ നൽകാതെ പിന്നെ അതിന് അല്ലാതെ പിന്നെ ഒരു എക്സാക്റ്റ് ആൻസർ കൊടുക്കാതെ നേരെ മറിച്ച് അതിനൊരു പകരമായിട്ടൊരു മറു ചോദ്യം ചെയ്യുകയും, അല്ലെങ്കിൽ ഒരു എക്സാക്റ്റ് ആൻസർ കൊടുക്കാതെ വിസ്തരിച്ച് ചില കാര്യങ്ങൾ അങ്ങ് പറഞ്ഞ് പോകുന്നതും ആ സംഭാഷണങ്ങൾ അതെല്ലാം അപൂർണതയും പിന്നെ വേണ്ടാത്തതും ആ ഊർജശോഷണവും വരുത്തുന്നതാണ്. അങ്ങനെയും കോൺവെർസേഷൻ ഉണ്ട്, ഔട്ട്വേർഡ് കോൺവെർസേഷൻസ് അങ്ങനെ ആകാം. പിന്നെ അവിടെ വേറെ ഒരു തരത്തിലുണ്ട്, ഈഗോ കളിക്കുന്ന ഒരു രീതിയിൽ. അതായത് ഒരാൾ ഒരു ചോദ്യം ചോദിക്കുന്നു, ഇവിടാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു കാര്യത്തില് ഒരാള് ഒരു ചോദ്യം ചോദിക്കുന്നു. അപ്പോ ഇങ്ങനെ ഫ്രം ദർ ആ അഹംഭാവം ലെവലിൽ നിന്നുകൊണ്ടാണ്. അപ്പൊ സംഭാഷണം തുടങ്ങിയ ആള് ചോദ്യം ചോദിച്ച് ഉത്തരം പിന്നെ ലഭിക്കുന്നത് വരെ സംഭാഷണം നടത്തും. പിന്നെ ഈ സംഭാഷണത്തിൽ പെട്ടുപോയ ആള് പിന്നെ ഇനിയും ചോദ്യം ഉണ്ടാവരുത് എന്നും പറഞ്ഞ് ഉത്തരങ്ങൾ കൊടുക്കും. അപ്പോൾ രണ്ടുപേരും ഇങ്ങനെ questioning and answering in such a way that വീണ്ടും ഒരാള് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കും, ആൻസർ കിട്ടണമെന്ന് മറ്റേ ആള്
ആൻസർ കൊടുത്തുകൊണ്ടിരിക്കും. സോ ദാറ്റ് ദ ക്വസ്റ്റ്യൻ വിൽ നോട്ട് ബി അനദർ ക്വസ്റ്റ്യൻ വിൽ നോട്ട് ബി റിപ്പീറ്റഡ്. ആ തരത്തിലുള്ള സംഭാഷണങ്ങളും ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഈ രണ്ട് തലത്തിലുള്ള സംഭാഷണങ്ങൾ ഏത് തലത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്? മറുചോദ്യങ്ങൾ വരുന്നതും വിസ്തരിച്ച് കുറെ കാര്യങ്ങൾ പറയുന്നതും ഈ രീതിയിലുള്ള സംഭാഷണം ചോദിച്ചും പിന്നെ പെർസിസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതും പിന്നെ അവസാനം വരുമ്പം എന്താണ് സംഭവിക്കുന്നത്? ഈ തരം സംഭാഷണങ്ങളൊക്കെ അത് എന്തിന്റെ ബേസിസ് ആണെന്ന് നമുക്ക് ഒന്ന് ചിന്തിക്കാം. അത് പോയിന്റ് ഔട്ട് ചെയ്യുന്നത് ഈ 3-ാമത്തെ പാരഗ്രാഫിലാണ്. അങ്ങനെ ആശയവിനിമയം, അതായത് അങ്ങനത്തെ ആശയവിനിമയം സംഭാഷണമല്ല, യുദ്ധമാണ്. അവിടെ ഹൃദയം പ്രവർത്തിക്കുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല എന്ന് അവർ തോന്നില്ല അവർക്ക്, അപ്പൊ ഈ സംഭാഷണത്തിൽ ഏർപ്പെട്ടവർക്ക്. അപ്പം പിന്നെ അങ്ങനെ വരുമ്പം പിന്നെ ഈ സംഭാഷണം യുദ്ധത്തിൽ ഈ ഉത്തരത്തിലും ചോദ്യത്തിലും പെട്ട രണ്ട് വ്യക്തികൾ തമ്മിൽ കുറച്ച് കഴിയുമ്പോൾ അവരത് നിർത്തിവെക്കും. പക്ഷെ അവർ നിർത്തിവെച്ചാലും ഉണ്ടല്ലോ ഉള്ളിൽ ഇതേ ആ സിറ്റുവേഷൻ ആയിരിക്കും. അത് ആ അഹംഭാവത്തിൽ നിന്ന് ചോദിച്ചതും മറ്റേ ആൾ ആൻസർ കൊടുത്തത് ഇൻ സച്ച് എ വേ ദറ്റ് മറു ചോദ്യങ്ങൾ വരില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ കൊടുത്തത് അത് ഹൃദയമില്ലാത്ത ഒരു രീതിയിൽ ഈഗോ ബേസ് ചെയ്ത് ഉള്ളതായ കൊണ്ട് എന്ത് സംഭവിക്കും? ഒരു അതൃപ്തി അവർക്ക് ഉണ്ടാവും. പിന്നെ അവിടാണ് ഈ പുറത്ത് കാണിക്കുന്നത് അവര് എന്താണ് ആ പെരുമാറ്റമാണ് അവിടെ ആ വ്യത്യാസം വരുന്നത്. അപ്പൊ ഈ സ്വഭാവവും പെരുമാറ്റവും തമ്മിലുള്ള വ്യത്യാസം അവിടെ നമ്മൾ കാണണ്ടേ. അപ്പൊ ഇവിടെ ഇങ്ങനെ സ്വഭാവം അവരുടെ എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ ആ പെരുമാറ്റത്തിൽ പിന്നെ അവര് അത് നമ്മൾ ആ പോയിന്റാണ്, അവിടാണ് ഒരു ക്ലാരിറ്റി എനിക്ക് ഒരു ഡൗട്ട് വരുന്നത്. ബോത്ത് ഓഫ് ദം ആർ ഈഗോ ബേസ്ഡ് ആൻഡ് they want to show they want to disagree. അപ്പൊ രണ്ടുപേർക്കും ഡിസഗ്രി ചെയ്യണം, അതിലാ അവര് പിന്നെ അഗ്രി ചെയ്യുന്നത്. അപ്പോ രണ്ടുപേരുടെയും ഈ സ്വഭാവം എന്ന് പറയുന്നത് ബേസിക്കലി ഈഗോയിസ്റ്റിക് ആയിട്ട് അവരുടെ ആ പോയിന്റിൽ നിൽക്കുന്നു. ബട്ട് ദേ ആർ പിന്നെ പെരുമാറ്റം എങ്ങനെയാണ്? ദറ്റ് വൺ നോസ് മോർ ദൻ ദി അതർ. രണ്ടുപേർക്കും ഉണ്ടോ എങ്ങനെയാണെന്ന് എനിക്കത് പിടികിട്ടിയില്ല. അത് സാധകര് ആരെങ്കിലും അതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊന്ന് പറഞ്ഞു കിട്ടിയായിരുന്നെങ്കിൽ പിന്നെ ഇറ്റ് വുഡ് ബി വെരി ഹെൽപ്ഫുൾ. പിന്നെ ലാസ്റ്റിലാണ് പറയുന്നത് ഇങ്ങനെ പിന്നെ ഈ രീതിയിൽ പോകുന്ന സംഭാഷണങ്ങള് ഈഗോ ബേസ്ഡ് ആയിട്ട് പിന്നെ ആന്തരികമായിട്ട് അവർക്ക് അസ്വസ്ഥത പിന്നെ തുടർച്ചയായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നത് ഹൃദയം ഇല്ലാത്തതും കൊണ്ടാണ്. അപ്പോ സംഭാഷണങ്ങൾ അതും കൊണ്ട് ഹൃദയം ബേസ്ഡ് ആയിരിക്കണം. അതായത് ഹൃദയം ബേസ്ഡ് ആണെന്ന് പറഞ്ഞാൽ ആത്മാവിനെ നിലത്തിൽ നിർത്തിക്കൊണ്ടുള്ള സംഭാഷണങ്ങളായിരിക്കണം. അതാണ് ആത്മഭാഷണം എന്ന് പറയുന്നത്. അപ്പോ അവിടെ ഹൃദയത്തിന്റെ ഭാഷയുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പം എന്താ അവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാല് പിന്നെ അവിടെ ചോദ്യവും ഉത്തരവും ഉണ്ടാവും. ഇപ്പൊ ഈ വ്യക്തികൾ തന്നെ ഇവരുടെ ഇഫ് ഇറ്റ് വാസ് നോട്ട് അഹംഭാവം ഇല്ലായിരുന്നെങ്കിൽ, ആത്മാവിന്റെ ആ പ്രസൻസ് സ്ഫുരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ വിവേകബോധം ഉണ്ടായിരുന്നെങ്കിൽ, അങ്ങനാണെങ്കിൽ ഈ മൈൻഡ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അഥവാ ഇതില്ലായിരുന്നെങ്കിൽ, അത്രയും അഡ്വാൻസ്ഡ് അല്ല, ചോദ്യം ചോദിക്കും, ആ മൈൻഡ് തന്നെ ഉത്തരവും കൊടുക്കും. അങ്ങനായിരിക്കും ഒരു അഡ്വാൻസ്ഡ് സ്റ്റേറ്റ് ഓഫ് ദ സാധക്. അല്ലെങ്കിൽ ഇങ്ങനെ വിചാരിക്കാം, ചോദ്യം ചോദിക്കും, ആൻസർ കൊടുക്കുന്നത് മനോതലത്തിലായിരിക്കാം, അല്ലെങ്കിൽ അഹം തലത്തിലായിരിക്കാം, അങ്ങനെയും ആകാം. അപ്പോ ഈ രണ്ട് വ്യക്തികൾ ഉള്ളപ്പം ഇങ്ങനെ ചോദ്യവും
ഉത്തരവും കൊടുക്കുന്നവർ അകത്തുണ്ടാവുമ്പം അവിടെ ഒരു സംഭാഷണം ഉള്ളിലും ഉണ്ടാവും. പക്ഷെ ഇതിലത് അതിന് ഫോളോ ചെയ്തു പോയാൽ പിന്നെയും അവന് അസ്വസ്ഥത പൂർണ്ണതയിൽ ചെന്നെത്തുന്നില്ല. അപ്പൊ ആ തരം സംഭാഷണം മനസ്സിൽ നടക്കുമ്പോൾ അവിടെ ഊർജശോഷണമാണ് ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ആ മൈൻഡിനെ സൈലന്റ് ആക്കാനുള്ള ഒരു ഇത് ചെയ്യുന്നില്ല, നമ്മളിവിടെ ഡിസ്റ്റർബ്ഡ് ആണ്. അപ്പൊ അങ്ങനെ വരുമ്പം ആ ഉള്ളിലുള്ള പിന്നെ ക്വസ്റ്റ്യനിങ് ആൻഡ് ആൻസറിങ് വിൽ ബി ബേസ്ഡ് ഓൺ മൈൻഡ് ഓർ ഓൺ ഈഗോ. അപ്പൊ അങ്ങനെ ആ പോയിന്റിൽ എത്തുമ്പം അപ്പോഴാണ് നിരീക്ഷകന്റെ ഇമ്പോർട്ടൻസ്. അപ്പോ ഒരു അഡ്വാൻസ് കുറച്ചുകൂടെ ഒരു ഉയർന്ന തലത്തിൽ പോയ ഒരു സാധകനാണെങ്കിൽ ഉടനെ ഈ ഇൻഫൈറ്റിംഗ് അകത്ത് വരുമ്പം ആ നിരീക്ഷകന്റെ ലെവലിലോട്ട് പോണം. ആ ലെവലിൽ പോയാൽ അവിടെ സംഭവിക്കുന്ന എന്താന്ന് പറഞ്ഞാല്, അപ്പൊ നിരീക്ഷകൻ എന്താണ് ചിന്തിക്കരുതെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ തലത്തിലോട്ട് പോയാൽ, അപ്പൊ അത് വരണമെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ബോധവികാസം നടന്നിരിക്കണം. അങ്ങനെ നടക്കുവാണെങ്കിൽ ബോധവികാസവും നടന്ന് നിരീക്ഷകൻ വന്നാൽ ഇതിനകത്ത് പങ്കെടുക്കാതെ ഇങ്ങനെ മാറി നിന്ന് ഇത് കാണുവാണ്. The infighting in the mind level or the ego level, questioning and answering. ഏതെങ്കിലും ഇഷ്യൂസിനെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യനിങ് ആൻഡ് ആൻസർ കൊടുക്കുന്ന പ്രക്രിയ ആയിരിക്കാം. പക്ഷെ അതിൽ മാറി നിന്നാൽ അവിടെ ഉണ്ടാവുന്നത്, ഗുരുജി പറഞ്ഞിരിക്കുന്നത്, നിരീക്ഷകൻ സൈലന്റ് ആയിട്ട് അവിടെ നിൽക്കുമ്പം അവിടെ എന്തിന്റെ പ്രസൻസ് ആണ്? ആത്മന്റെ പ്രസൻസ് ആണ്. സത്തയുടെ ആ പ്രകാശം വരുമ്പോ എന്താ സംഭവിക്കും? ഈ ചോദ്യോത്തരം മനസ്സ് പിന്നെ സൈലന്റ് ആയിട്ട് വരുമ്പം ഈ രണ്ട് ചോദ്യം ചോദിക്കുന്നതും ആൻസറിങ് ചെയ്യുന്നതും അത് നിൽക്കും. അങ്ങനെ വരുമ്പം ആ സംഭാഷണം അകത്ത് ഉണ്ടാവില്ല, ഇന്റേണൽ സംഭാഷണം ഉണ്ടാവില്ല, ക്വയറ്റ്നെസ് വരും. അപ്പോ അങ്ങനെ ആ രീതിയില് നമ്മള് ഡെവലപ്പ് ചെയ്തു വരുവാണെങ്കിൽ, വെൻ യു കൺവേഴ്സിങ്, നിരീക്ഷകൻ അവിടെ ഉണ്ടെങ്കിൽ, നമ്മള് ഏതെങ്കിലും വെളിയിൽ നമ്മള് ഇന്ററാക്ട് ചെയ്യുമ്പം ഒന്നും വേണ്ട, നമ്മുടെ ഉള്ളിൽ തന്നെ ഈ സംഭാഷണങ്ങൾ നടക്കുമ്പം ആ നിരീക്ഷകനെ വെച്ച് നമ്മുടെ മൈൻഡില് എന്താണ് ഉണ്ടാകുന്ന ആ ചോദ്യം നോക്കിക്കണ്ടാ മതി. എന്തെങ്കിലും ഡൗട്ട്സ് വരുമ്പം ക്വസ്റ്റ്യൻ അതാണ്. അപ്പം ക്വസ്റ്റ്യൻസ് ഉണ്ടാവുകയാണെങ്കിൽ നിരീക്ഷകന്റെ ആ റോൾ കോൾ അപ്പോൺ ദാറ്റ് ഇമ്മീഡിയറ്റ്ലി ആൻഡ് ദെൻ ഒബ്സർവ് വാട്ട് ഇസ് ബീങ് ആസ്ക്ഡ്. അപ്പൊ അങ്ങനെ വരുമ്പം അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ചോദ്യമായിട്ടോ ആൻസറും അതിനകത്ത് തന്നെ അങ്ങ് ഡിസോൾവ് ആയി പോകുന്നത് പോലെ വരുമ്പം ആ ക്വയറ്റ്നെസ് അവിടെ വരും. അപ്പൊ അങ്ങനെ നമ്മള് ആ സംഭാഷണങ്ങള്, പുറത്തോട്ടുള്ള സംഭാഷണങ്ങളും അപ്പൊ അങ്ങനെ വരുമ്പം അനാവശ്യമായിട്ട് നമ്മൾ ചെയ്യുക. ആന്തരിക, അല്ലെങ്കിൽ ഒരു ചോദ്യത്തിന് ചോദിച്ച ആൻസർ, ശരിയായ ഒരു ആൻസർ ആ ഹൃദയത്തിൽ സ്ഥലത്തിൽ കൊടുക്കണം. അതിനുള്ള സംഭാഷണമേ ചെയ്യാവൂ. അല്ലാതെ ഈഗോ ബേസ്ഡ് ആണെങ്കിൽ അൺനെസസറി വേസ്റ്റ് ഓഫ് വേർഡ്സ് ആണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ആ ഒരു തലത്തിലോട്ട് പോകാതെ ഈ ഒരു തലത്തിലോട്ട് പോകുകയാണെങ്കിൽ, ഒരു ചോദ്യം ചോദിച്ചാൽ ഒരു സിൻസിയറായിട്ട് ഒരു ആൻസർ കൊടുക്കുന്ന ആ ഒരു തലത്തിൽ നിർത്തിയിട്ട് ആ അനാവശ്യമായിട്ട് ഉള്ള വാക്ക് തർക്കത്തിൽ പോകാതിരുന്നാൽ ഉണ്ടാവുന്ന ഗുണം, ഈ സാധകന് കുറച്ചുകൂടെ അങ്ങോട്ട് പോകാൻ പറ്റും, ആ ആന്തരിക തലത്തിലോട്ട് പോകാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെയും അവിടെയും ഊർജശോഷണം ഉണ്ടാവും. അപ്പൊ പുറത്തുള്ള സംഭാഷണങ്ങൾ അനാവശ്യമായിട്ടാകുമ്പോൾ ഊർജശോഷണം നടക്കുന്നത്, അത് ഈഗോയുടെ ബാക്കി റെമിനൻസ് ആയിട്ട് അകത്ത് വന്നാൽ അവിടെയും ഊർജശോഷണം വരുത്തും. എന്നാൽ നമ്മൾ ആ നിരീക്ഷകനെ ആ തലത്തിൽ പോവുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? പിന്നെ ഇതുണ്ടാവില്ല.
ആന്തരിക ചോദ്യോത്തരം അത് നിൽക്കും. ചോദ്യോത്തരം എന്ന് മാത്രമല്ല, ആ സംഭാഷണങ്ങൾ അല്ലെങ്കിൽ എനി തോട്ട്സ് അകത്തുള്ള ആ ആ പ്രോസസ്സസ് ഒക്കെ നടക്കുന്നത് ആന്തരിക സംഭാഷണങ്ങൾ അത് ഒന്ന് നിലയ്ക്കുന്നതായിരിക്കും. അതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. പക്ഷെ നമുക്ക് ഗുരുജിയോട് എനിക്ക് ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി വ്യക്തമായിട്ട് എനിക്ക് ഗുരുജിയോട് ചോദിക്കണം എന്നുണ്ട്. ഇപ്പം ബാക്കിയുള്ളവര് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കിയതെന്ന് പറഞ്ഞാൽ എനിക്കും ഹെൽപ്ഫുൾ ആയിരുന്നേനെ. കാരണം ഇതിന്റെ കുറച്ചുകൂടെ എനിക്ക് മനസ്സിലാക്കാനുണ്ട്. ഹരിയോം. ഹരിയോം. ഇപ്പൊ നമ്മള് ഒന്ന് ചിന്തിക്കുകയാണെങ്കിലേ, മനസ്സ് എപ്പോഴും ചലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. നമ്മുടെ മനസ്സ് എപ്പോഴും ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. ചിന്തകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് ചിന്തകൾ വരുന്നുണ്ട്. ഇപ്പം ശരിക്കും നമ്മള് ആദ്യമൊക്കെ നമ്മൾ സാധനയിലേക്ക് വരുമ്പോ നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നത്, ഇപ്പം ചിലര് വളരെ കുറച്ച് സംസാരിക്കുന്നവരായിരിക്കാം, ചിലര് ഒരുപാട് സംസാരിക്കുന്നവരായിരിക്കാം, ചിലര് മിതമായിട്ട് സംസാരിക്കുന്നവരായിരിക്കാം. ഈ സംസാരം വെച്ചിട്ട് നമ്മൾ ചിലപ്പോൾ അവരെ വിലയിരുത്തും. അവര് സംസാരം കുറവാണെങ്കിൽ അവർ ശാന്തരാണ്, സംസാരം കൂടുതലാണെങ്കിൽ അവർ കുറച്ച് വെപ്രാളമുള്ളവരാണ്, മറ്റതാണെങ്കിൽ ഒരു മീഡിയം ലെവലിൽ നിന്ന് നമ്മൾ വിലയിരുത്തും. അവർ പുറമേ കാണിക്കുന്നതാവണം എന്നില്ലല്ലോ ശരിക്കും അവരുടെ മനസ്സിന്റെ ഉള്ളിൽ നടക്കുന്നത്. അങ്ങനെയും വരാം. അവരുടെ മനസ്സ് ചിലപ്പം കൂടുതൽ ചലിക്കുന്നതായിരിക്കാം, എന്നാൽ പുറത്ത് അവർ കാണിക്കുന്നത് വേറെ ആയിരിക്കാം. അവർ പോലും അറിയാതെ ആവാം അങ്ങനെ സംഭവിക്കുന്നത്. ഇപ്പം എന്റെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഞാൻ എന്നെ വിലയിരുത്തുമ്പോൾ കാണുന്ന അങ്ങനെയാണ്. കാരണം ഞാൻ അധികം സംസാരിക്കാത്ത വ്യക്തിയാണ് പണ്ട് മുതലേ. പക്ഷെ എന്നാൽ പണ്ട് എൻ്റെ മൈൻഡ് ഭയങ്കരമായിട്ട് ചിന്തകളുടെ പുറകെ പോകുന്ന രീതിയായിരുന്നു. ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഉടനെ ചിന്തിക്കും. വെറുതെ ഭാവനയിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വന്ന് ചിന്തിച്ച് ഒരു ചിന്താവിഷ്ടനായിട്ട് ഇങ്ങനെ ഇരിക്കും. ആവശ്യമില്ലാതെ ചിന്തിക്കും. എന്നാൽ പുറമേ കാണുമ്പോഴോ, പുറമേ ആൾക്കാർ കാണുമ്പോൾ ബാലു ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള ഒരാളാണ്, കാരണം ഞാൻ സംസാരിക്കുന്നില്ല, അതുകൊണ്ട് അവരങ്ങനെ കാണുന്നതാണ്. അപ്പൊ ഞാൻ പോലും അറിയാതെ ഒരു ഇമേജ് ഉണ്ടാക്കി എടുക്കുന്നത് എന്താണ്, ബാക്കിയുള്ളവരുടെ മുന്നിൽ ഞാൻ സൈലന്റ് ആയിരുന്നു ആണ്. എന്നാൽ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ എനിക്ക് മാത്രമേ അറിയുള്ളൂ. എന്നാൽ ആ സമയത്ത് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുമില്ല ഇതിന്റെ പ്രോബ്ലം എന്താണെന്നോ. ഞാൻ ഇതിലൊരു ആനന്ദം കണ്ടെത്തുന്നുണ്ടായിരുന്നു. എന്റെ മനസ്സിനെ ഞാൻ സന്തോഷിപ്പിച്ച് പല ഭാവനകളിൽ കൂടി കടത്തിവിട്ട് ചിന്തിച്ച് ഇങ്ങനെ പോകും. പഠിക്കാൻ ബുക്ക് എടുത്താലും എൻ്റെ ശ്രദ്ധ മുഴുവൻ വേറെ ചിന്തയിലോട്ട് പോകും. അങ്ങനെയായിരുന്നു ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. കാരണം അപ്പോഴ് പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ച എന്താണ്, ഈ മൈൻഡിന്റെ ഫ്രീക്വൻസി വളരെ കൂടുതലായിരുന്നു. എൻ്റെ ചിന്തകളുടെ ആ ഫ്രീക്വൻസി ലെവൽ ഉണ്ടല്ലോ, വളരെ കൂടുതലായിരുന്നു. അപ്പം മൈൻഡ് ഇപ്പോഴും വേവറിങ് ആണ്. നമ്മൾ പറയാറില്ലേ, ഈ ഫ്രീക്വൻസിയും വേവ് ലെങ്തും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയും. ഫ്രീക്വൻസി കൂടുതലാണെങ്കിൽ വേവ് ലെങ്ത് കുറവായിരിക്കും, ഫ്രീക്വൻസി കുറയുമ്പോൾ വേവ് ലെങ്ത് കൂടും. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ എന്നിൽ വന്നിരുന്ന ചിന്തകളെല്ലാം ചിതറിയ ചിന്തകളാണ്. ഇങ്ങനെ ചാടി പൊയ്ക്കൊണ്ടിരിക്കുന്ന ചിന്തകളാണ്. അപ്പൊ എന്ത് പറ്റും, എന്റെ ഉള്ളില് ഈ എനർജി ലോസ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കാരണം എൻ്റെ ബോഡി ഹീറ്റ് ആവുന്നുണ്ട്, എനിക്ക് അസുഖങ്ങൾ വരുന്നു. അങ്ങനെ പല രീതിയിൽ നമുക്ക് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. നമ്മൾ ചെറുപ്പത്തിലെ പഠിച്ചിട്ടില്ലേ, സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി. അപ്പം മൈൻഡും ബോഡിയും തമ്മിൽ ഇന്റർ കണക്റ്റഡും ആണ്. അപ്പം എനർജി ലെവല് കുറയും തോറും എനർജി പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ മൈൻഡിന്റെ ചിന്തകൾ കൂടുന്തോറും നമ്മുടെ എനർജി ലോസ് ആണ് അവിടെ സംഭവിക്കുന്നത്. അതുപോലെ നമ്മുടെ ശരീരത്തിനും പ്രശ്നം വരും. ശരിയല്ലേ? അപ്പം ഇത് പിന്നീട് തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഒന്ന് നിരീക്ഷിക്കാൻ ശ്രമിക്കും. ഒരു സാധനയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ നിരീക്ഷിക്കാൻ ശ്രമിക്കും. അപ്പോഴാണ് ഇതിന്റെ ഏറ്റക്കുറച്ചുകളും എല്ലാം നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാല് മനസ്സിനെ നിരീക്ഷിക്കാൻ നോക്കിയപ്പോഴാണ് ഈ ഒരു കാര്യം മനസ്സിലായത്. ചിന്തകളും നമ്മളും തമ്മില് എപ്പോഴും സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവര് തമ്മിലാണ് ഒരു കോൺവെർസേഷൻ നടക്കുന്നത്, അല്ലേ?
അതായത് ഒരു ചോദ്യം വരുന്നു, അതിന് നമ്മൾ ഉത്തരം കൊടുക്കുന്നു, ചിലപ്പോൾ ഉത്തരം കിട്ടാതെ വരും. അപ്പൊ അത് മനസ്സെന്ത് ചെയ്യും? അസ്വസ്ഥമാവും. കാരണം മനസ്സിനെപ്പോഴും ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടിയേ പറ്റും. എന്നാൽ നമുക്കത് ചിലപ്പോൾ അത് കൊടുക്കാൻ പറ്റുന്ന വരില്ല. അപ്പൊ അവിടെ ഒരു ക്ലഷ് ഉണ്ടാവും, ഒരു മൽപ്പിടുത്തമായിരിക്കും, ആശയങ്ങൾ തമ്മിൽ ചേരാതെ വരും, ചിന്തയും മനസ്സും ബുദ്ധിയും തമ്മിൽ കോൺഫ്ലിക്റ്റ് വരും. മനസ്സും വിവേകം എന്ന് പറയുന്ന പിന്നീട് വർക്കാവുമ്പോൾ അത് തമ്മിലും കോൺഫ്ലിക്റ്റ് വരും, വിവേകവും മനസ്സും തമ്മിൽ കോൺഫ്ലിക്റ്റ് വരും. ഇതെല്ലാം ഒരു വല്ലാത്തൊരു സംഘർഷം നമ്മുടെ ഉള്ളിൽ വരും, ഒരു സാധകനിൽ വരും. അതെന്തുകൊണ്ടാണ്? കട്ടായിട്ട് ആ നിരീക്ഷകൻ അവിടെ വർക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. അതായത് ഒരു സാധകൻ ഈ വാസനകളാണ് പ്രബലമായിട്ട് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ മനസ്സിന്റെ സംഭാഷണമായിരിക്കും അവൻ കേൾക്കുക. അവിടെ വിവേകത്തിന് സ്ഥാനം കാണില്ല. മനസ്സുകൊണ്ട് അവൻ ചിന്തിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങള് ആ അഹംബുദ്ധി അവനെ കൊണ്ട് ചെയ്യിപ്പിക്കും. അപ്പം വിവേകത്തിന് അവിടെ പ്രവർത്തിക്കാൻ പറ്റില്ല. ആ വിവേകം അവിടെ മറയപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും വിവേകം എന്ത് ചെയ്യും? സൈലന്റ് ആവും. അവിടെ മനസ്സും ബുദ്ധിയും അവന്റെ വാസനകളും മാത്രമേ പ്രവർത്തിക്കുള്ളൂ. വിവേകം അവിടെ സൈലന്റ് ആയിട്ട് ഇരിക്കേണ്ടി വരും. അതായത് വിവേകം മറയ്ക്കപ്പെട്ടു, മറ്റേതിന്റെ ആധിക്യം കാരണം, മനസ്സിന്റെയും അതിന്റെയൊക്കെ പ്രബലത കാരണം വിവേകം അവിടെ മറയ്ക്കപ്പെട്ടു. അതായത് വിവേകം സൈലന്റ് ആയി. എന്നാൽ ഈ നിരീക്ഷിക്കുന്നവനാവുമ്പോഴേ നമ്മുടെ ഒരു നന്നായിട്ട് നിരീക്ഷിക്കാൻ സാധിച്ചാൽ അവിടെ ഒരു സാധകന് ഈ ഫ്രീക്വൻസിയെ അളക്കാൻ പറ്റും. എന്നിൽ ഇപ്പൊ ഒരു ചിന്ത വരികയാണ്, അതിനപ്പൊ ഒന്ന് കട്ട് ചെയ്ത് അടുത്ത ചിന്തയ്ക്ക് ഒരു ഗ്യാപ്പ് കൊടുക്കണം എന്നെല്ലാം ഈ നിരന്തരം പരിശ്രമം കൊണ്ട് അവന് സാധിക്കും. അതിനെ വേർതിരിച്ചറിയാൻ പറ്റും. ഇപ്പൊ മനസ്സിൽ നിന്ന് വരുന്ന ഒരു ചിന്തയെ അതിനെ പ്രവൃത്തിയാക്കുന്നതിന് മുന്നേ അവിടെ കട്ട് ചെയ്ത് വേണ്ടതാണോ വേണ്ടാത്തതാണോ, ഞാൻ ഇത് പ്രവർത്തിക്കണോ വേണ്ടയോ എന്നെല്ലാം ഒരു സാധകന് തിരിച്ചറിയാൻ പറ്റും. അപ്പം അപ്പോഴും ഈ മനസ്സും അഹംബോധവും നമ്മുടെ വിവേകത്തെ മറയ്ക്കാൻ ശ്രമിക്കും. കാരണം അതിന് ജീവിച്ചു പോകണം, അതിൻ്റെ ഫുഡാണ് ഈ ചിന്തകൾ എന്ന് പറയുന്നത്, മനസ്സിന്റെ. അപ്പൊ അത് രണ്ടും കൂടെ ചേർന്ന്, അഹംബുദ്ധിയും കൂടെ ചേർന്ന് വിവേകത്തെ മറയ്ക്കാൻ ശ്രമിക്കും, തട്ടി മാറ്റാൻ ശ്രമിക്കും, അവിടെ പ്രവർത്തിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കും. എന്നാൽ ഒരു സാധകൻ അതിനെ അതിജീവിച്ചുകൊണ്ട് നിരന്തരം നിരീക്ഷണം ചെയ്ത് മുന്നോട്ട് ചെയ്യുമ്പോഴാണ് ആ കട്ട് ചെയ്യാനുള്ള ഒരു അവസരം അവിടെ കിട്ടും, ഒരു സെക്കൻഡ് തോട്ടിനുള്ള അവസരം അവിടെ കിട്ടും. അതായത് ചിന്തയുടെ ഫ്രീക്വൻസി കുറയുമ്പോൾ വിവേകത്തിന് പ്രവർത്തിക്കാനുള്ള ഒരു സ്പേസ് അവിടെ കിട്ടുകയാണ്, വേവ് ലെന്ത് കൂടുകയാണ്. ഫ്രീക്വൻസി കുറയുമ്പോൾ വേവ് ലെന്ത് കൂടുന്നു. ആ വേവ് ലെന്ത് കൂടുന്ന ആ ഗ്യാപ്പിലാണ് അവിടെ വിവേകം പ്രവർത്തിക്കുന്നത്. അപ്പം രണ്ടാമതൊരു ചിന്ത വരുന്നതിന് മുന്നേ അവിടെ വിവേകം പ്രവർത്തിച്ച് ആ ചിന്തയെ കട്ട് ചെയ്യും, അടുത്ത ചിന്ത വരുന്നതിനെ കട്ട് ചെയ്ത് നിർത്തും, ആ ഗ്യാപ്പ് കൂടും. അങ്ങനെ നിരന്തരം പരിശ്രമിച്ച് വരുമ്പോഴാണ് ഒരു സാധകന് ധ്യാനാത്മകമായിട്ടുള്ള ഒരു മനസ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. അത് ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? സാധകന് കൂടുതൽ എളുപ്പത്തില് ഇതിനെല്ലാം നിരീക്ഷിച്ച് അതിന് ആ വിവേകത്തിനെ അവിടെ അപ്ലൈ ചെയ്ത് ഇതിന് അങ്ങനെ ഒരു പ്രാക്ടിക്കൽ രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. പിന്നെ ലാസ്റ്റത്തെ പാരഗ്രാഫിൽ വരുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? വീണ്ടും ഈ യാത്ര മുന്നോട്ട് പൊയ്ക്കൊണ്ടേയിരിക്കുമ്പോൾ എന്ത് പറ്റും? മനസ്സിന്റെ പിടിയിൽ നിന്നും സാധകന് രക്ഷപ്പെടാൻ സാധിക്കും. അവിടെയാണ് യഥാർത്ഥ നിരീക്ഷകൻ വരുന്നത്. നേരത്തെ നമ്മൾ കഴിഞ്ഞ ഇതിലെല്ലാം സൂചിപ്പിച്ചു. യഥാർത്ഥ നിരീക്ഷകൻ, മനസ്സും അഹംബോധവും ബുദ്ധിയും ഇതൊന്നും ഇല്ലാതെ നിൽക്കുന്ന നിരീക്ഷകൻ അവിടെ വരും. ധ്യാനാത്മക മനസ്സിനും അപ്പുറം യാത്ര ചെയ്യുമ്പോൾ അവിടെ ആ നിരീക്ഷകൻ നിലനിൽക്കുന്നത് എങ്ങനെയാണ്? നിരന്തരം ആ ശുദ്ധബോധവുമായിട്ട് സമ്പർക്കത്തിലാണ്. അവിടെയാണ് ഈ ആത്മഭാഷണം നടക്കുന്നത്. അവിടെ നടക്കും ആത്മഭാഷണം. അതിനു മുന്നേ നമ്മൾ ആത്മഭാഷണം നടക്കുന്നു എന്ന് പറയുന്നതെല്ലാം മനസ്സിന്റെ ഇൻഫ്ലുവൻസിൽ നിൽക്കുന്ന ഒരു ധ്യാനാത്മക മനസ്സായിട്ട് നിൽക്കുന്നവനും ബോധവുമായിട്ടാണ്. പക്ഷെ അതും കഴിഞ്ഞു പോകുമ്പോഴാണ് യഥാർത്ഥ നിരീക്ഷകൻ, ഒന്നിലും ഒട്ടാതെ നിൽക്കുന്ന നിരീക്ഷകനും ശുദ്ധബോധവുമായിട്ടുള്ള കണക്ഷൻ നിന്നുകൊണ്ട് ഒരു സാധകനായിട്ട് ആ ഒരു സാധകൻ അവിടെയാണ് ജനിക്കുന്നത്. അവിടെ യഥാർത്ഥ നിരീക്ഷകനുള്ളൂ. അങ്ങനെയുള്ള ഒരു സാധകന്റെ നോട്ടത്തിലും വാക്കിലും പ്രവൃത്തിയിലും
ആ ശുദ്ധബോധത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഒരു സാധകനാവാനാണ് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുന്നത്. അങ്ങനെ എല്ലാവർക്കും ആ രീതിയിൽ ഒരു സാധകനാവാൻ സാധിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. ഹരിയോം ഹരിയോം ഹരിയോം. ഹരിയോം പരം. ഇതിൽ നമ്മൾ ഇപ്രാവശ്യം നമ്മളെ സംഭാഷണം ആണ് ഗുരുജി ഇപ്രാവശ്യം ഈ വിഷയത്തിൻ്റെ ബേസ്. അപ്പോൾ ശരിക്കും സംഭാഷണം എന്ന് പറയുമ്പം സാധാരണ നമ്മൾ നിത്യവും രണ്ട് പേഴ്സണാലിറ്റീസ്, രണ്ട് വ്യക്തികൾ തമ്മിൽ സമൂഹത്തിൽ നമ്മൾ ഇടപെടുമ്പോഴും നമ്മൾ ചെയ്യുന്ന സംഭാഷണമാണ് സാധാരണ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആദ്യം എൻ്റെ ബേസായിട്ടുള്ള അല്ലെങ്കിൽ ആധാരമായിട്ടുള്ളത്. അപ്പോൾ ഗുരുജി തുടങ്ങുന്ന അതിൽ നിന്ന് തന്നെയാണ്. നിങ്ങൾ യഥാർത്ഥത്തിൽ സംഭാഷണം നടക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ പിന്നിൽ തോട്ട് ബേസ്ഡ് ആയിരിക്കും. നമുക്ക് പ്രീ കൺസീവ്ഡ് നോഷൻസ് എപ്പോഴും ഉണ്ടാവും. നമ്മൾ സംഹരിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് നമ്മൾ തേടിയിട്ടുള്ള ഐഡിയാസ്, ഇതെല്ലാം നമ്മളെ സ്വാധീനിക്കും നമ്മുടെ സംസാരത്തിൽ എല്ലാം. അപ്പം നമ്മൾ അറിയാം, നമ്മൾ പലപ്പോഴും കുഞ്ഞിലെ ആകുമ്പോൾ നമ്മൾ സംസാരത്തിന് ഒരു ഫ്രീ ഫ്ലോ ആയിരിക്കും. നമുക്ക് ഒരു പുഞ്ചിരിയോടെ നമുക്ക് സംസാരിക്കാൻ പറ്റുമായിരിക്കാം. ആരെ കണ്ടാലും നമുക്ക് ഇമോഷൻസിൻ്റെ ഇതൊന്നും നമ്മുടെ മുഖത്ത് വരാതെ എല്ലാവരെയും നമുക്കൊരു കുഞ്ഞിന് ഒരുപോലെ കണ്ട് സംസാരിക്കാൻ പറ്റും. ബട്ട് ആസ് ടൈം പാസസ് നമുക്ക് ഡേറ്റ നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. അപ്പം നമുക്ക് നമ്മുടേതായ പല കാഴ്ചപ്പാടുകൾ സമൂഹത്തെക്കുറിച്ചുണ്ടാവും. നമ്മുടെ ചിന്തകൾ അതിനടിസ്ഥാനമാക്കിയിട്ടായിരിക്കും വരുന്നത്. നമ്മൾ കിട്ടിയ ഡേറ്റ ഫീഡ് ചെയ്തു, ശരി തെറ്റ് എന്നെല്ലാം പ്രീ കൺസീവ്ഡ് നോഷൻസ് ഉണ്ടാവും. നമ്മൾ വളർന്ന സൊസൈറ്റൽ രീതികളെ വെച്ചിട്ട് നമുക്ക് കുറേ മാനദണ്ഡങ്ങളുണ്ടാവും. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിക്കും. അപ്പോൾ പലരും എന്നെ സംബന്ധിച്ചിടത്ത് എടുക്കുകയാണെങ്കിൽ പലപ്പോഴും വന്നിട്ട് ഞാൻ മൗനത്തിലാണ് പോയത്. കാരണം എന്ന് വെച്ചാൽ സംസാരിച്ച് കഴിഞ്ഞാൽ കോൺഫ്ലിക്റ്റാണ്. അപ്പം എല്ലാവരും പറയും ഇൻട്രോവേർട്ടാണെന്ന് പറയും. ഇപ്പോൾ ബാലു പറഞ്ഞ കണക്ക് തന്നെ എസെൻഷ്യലി എൻ്റെ അകത്ത് ഭയങ്കരമായിട്ടുള്ള കോൺഫ്ലിക്റ്റാണ്. ഞാൻ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും നിരന്തരം സംസാരിക്കേണ്ട ഒരു വല്ലാത്തൊരവസ്ഥ കണ്ടതെന്ന് വെച്ചാൽ ഞാൻ വെറുതെ ഇരുന്ന് സംസാരിക്കും, എന്നോട് തന്നെ സംസാരിക്കും. ചിലപ്പോൾ അമ്മയൊക്കെ വിളിച്ച് ചോദിക്കും, നീ എന്തോരാ ഇത് സംസാരിക്കുന്നേ? അത് വല്ലാത്തൊരു ഇപ്പം ഇപ്പോഴും നമ്മൾ ഭയങ്കര ആങ്സൈറ്റി വരുമ്പോൾ ഞാൻ സ്വയം ഇരുന്ന് സംസാരിക്കുന്നത് കാണാറുണ്ട്. ഇത് എല്ലാം എന്ന് പറയുന്നത് അത്രയും മാത്രം മനോവൃത്തികൾ നമ്മൾ എന്നാൽ പുറമേ നോക്കുമ്പം ടോട്ടൽ ഇൻട്രോവേർട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്കൊന്ന് പല സാധകരും ഇതിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. അപ്പം ഇതെല്ലാം അപ്പം ഈ മൗനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മൗനമല്ല, പ്രക്ഷുബ്ധമായ ഒരു മനസ്സിൻ്റെ ഒരു നേർക്കാഴ്ചയായിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇത് കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നതെന്ന് പറയുന്നത് ദേ വുഡ് ബി സീക്കിങ് ആൻ ആൻസർ ഓർ ദേ വുഡ് ബി സീക്കിങ് എ ക്വസ്റ്റ്യൻ. അവസാനം ഇത് വന്ന് അകൽച്ച ഉണ്ടാവും. ആ അകൽച്ച ജീവിതത്തിൽ മുറിവുകൾ കൊണ്ടുവരും നമ്മുടെ ജീവിതത്തിൽ. ഇത് ഭയങ്കരമായിട്ടുള്ള നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതത്തിൽ ബന്ധങ്ങളും ഇതെല്ലാം ഇതിനെ ബാധിക്കും. അത് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പം അവിടെ അവസാനം ഒരു ഹൃദയത്തിൻ്റെ ഒരു ഭാഷ തീർത്തും ഇല്ലാതാവുകയാണ്. നമ്മളെല്ലാം എന്താണോ വരുന്നത് നമ്മുടെ ചിന്ത, ആ ചിന്തയ്ക്കനുസരിച്ച് നമ്മൾ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. ഈ ചിന്തകളെ നിരീക്ഷിക്കുവാനോ മാറ്റുവാനോ നമ്മൾ തയ്യാറാവുന്നില്ല. അവിടെയാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് വരുന്നത്.
അവിടെയാണ് ഒരു സാധകൻ്റെ തലം ഉണരുന്നത്. അതാണ് എപ്പോഴും നമ്മൾ പറയണം, ഒരു ബേസിക് ക്യാരക്ടർ വാക്കുണ്ടെങ്കിൽ ഒരിക്കലും മാറില്ല എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യം അവന് ആന്തരികമായ ഒരു സംഭാഷണം നടക്കണം. അവിടെയാണ് അവന് ഒരു ആ ഒരു ആന്തരിക സംഭാഷണം എന്ന് പറയുമ്പോൾ ഇപ്പം ബാലുജി പറഞ്ഞ കണക്ക് ആദ്യം നമ്മൾ ഈ പഠനം, നമ്മൾ ഈ സ്പിരിച്വലായിട്ടുള്ള നമ്മൾ ഒരു പഠനവും മനനവും ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ അത് ഗുരുജി പറയുന്നുണ്ട്, മനസ്സ് ഒരു ചോദ്യം ചോദിച്ചാൽ നിനക്ക് ഉത്തരം കൊടുക്കുവാൻ പറയണം, അല്ലെങ്കിൽ മറു ചോദ്യം കൊടുക്കുവാൻ നിനക്ക് കഴിയണം. അപ്പം സാധാരണ ഇപ്പം നമ്മൾ മനസ്സ് എപ്പോഴും സുഖം തേടി അവൻ പോകുന്നു, തിരിച്ചടികൾ അവന് ജീവിതത്തിൽ കിട്ടുന്നു. പിന്നെയും ഇത് ആവർത്തിക്കാൻ പോകുമ്പോൾ ഉള്ളിൽ നിന്നൊരു ചോദ്യം വരണം, അല്ലെങ്കിൽ ഒരു ഉത്തരം നമുക്ക് മറു ചോദ്യം ചോദിക്കാൻ കഴിയണം. അവിടെ യഥാർത്ഥത്തിൽ ഒരു ഒരു സംഭാഷണം നടക്കുന്നുണ്ട്. അപ്പം ഒരു നിരീക്ഷണത്തിൻ്റെ ഒരു ലോവർ ലെവൽ നമുക്ക് പറയാം. യു ആർ ഗീവിങ്, ഒരു മനസ്സിൽ ചോദിക്കുന്ന അതിനൂടെ നമ്മൾ ബുദ്ധിയെ ഉപയോഗിച്ചിട്ട് നമ്മൾ അതിന് ആന്തരികമായ ഒരു സംസാരം നമുക്കവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊരു പരിധിവരെ നമ്മുടെ ആ ചിത്തവൃത്തികളെ നമുക്ക് നിരോധിക്കാനും ആ സംസാരത്തിൻ്റെ തലങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെടുത്തുവാനും നമുക്ക് കഴിയും. ഇത് തന്നെ ഈ ആന്തരിക ഈ പറയുന്ന സംഭാഷണത്തിന് കുറച്ചുകൂടി തലം ഉയരും. അതാണ് നേരത്തെ ബാലുജി പറഞ്ഞ ടോക്കിൽ തന്നെ അത് പറയുന്നുണ്ട്. അതായത് നമ്മൾ അറിയാതെ തന്നെ, അതാണ് എപ്പോഴും പറയും, ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ തോട്ട്സ്, അവിടെയാണ് നിങ്ങൾക്ക് എത്രത്തോളം ആ ഗ്യാപ്പ് കൂട്ടുവാൻ കഴിയുന്നു, അവിടെയാണ് യഥാർത്ഥത്തിൽ വിവേകം പ്രവർത്തിക്കുവാൻ കഴിയുന്നത്. അപ്പം ഈ പറയുന്ന നമുക്ക് ഇത് കോൺഷ്യസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആണോ എന്ന് ചോദിച്ചാൽ, യഥാർത്ഥത്തിൽ നമ്മൾ സാധന ചെയ്ത് വരുമ്പം ഓട്ടോമാറ്റിക്കലി ഇത് നമ്മൾ സംഭവിക്കും. അപ്പം ആ സാധന ചെയ്യുന്ന ആ സമയത്തിലല്ല, അത് നമുക്കറിയാം. സാധന ചെയ്യുക എന്ന് പറയുമ്പം അതിൻ്റെ അതിൻ്റെ മാറ്റൊലികൾ നമ്മുടെ എൻറ്റയർ ലൈഫിനെ അത് ബാധിക്കും. ഈവൻ ഇൻ എ സ്ലീപ്പ് സ്റ്റേറ്റ്, നിങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പോലും ഈ പറയുന്ന നിങ്ങളിൽ ഈ പറയുന്ന ആത്മവിചാരത്തിൻ്റെ സ്ഫുരണങ്ങൾ നടക്കും. അത് നമുക്ക് എവിഡൻ്റ് ആണ്. പല സാധന ചെയ്ത പലർക്കും ആ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്കതുണ്ടായിട്ടുണ്ട്. ഈവൻ കാരണം ആ സത്ചിന്തകൾ നമ്മൾ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുമ്പോഴത്തേക്ക് കാരണം നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ തന്നെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഇസ് ആക്റ്റീവ്. അതേ കണക്ക് തന്നെ നമുക്ക് ഈ വിവേക ബുദ്ധിയും അപ്പോഴാക്റ്റീവാണ്. അതാണ് നമ്മൾ സാധനയുടെ തലങ്ങൾ ഉയർന്നു വരും തോറും ആ ഇൻറ്റേർണൽ കോൺവെർസേഷൻ അവിടെ നടക്കും. അപ്പം അപ്പം അങ്ങനെ വന്ന് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിൽ ഈ പറയുന്ന നമ്മുടെ മുമ്പത്തെ ഉള്ള പ്രീ കൺസീവ്ഡ് നോഷൻസൊക്കെ പതുക്കെ നമുക്ക് നിരീക്ഷണം ചെയ്ത് കുറേയൊക്കെ നമ്മൾ മാറും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി നമ്മുടെ സംഭാഷണത്തിനും കുറച്ചുകൂടി ക്ലാരിറ്റി വരും. ഇത് കഴിഞ്ഞു ഇങ്ങനെ യാത്ര ചെയ്ത് കഴിഞ്ഞ് പിന്നെയാണ് ഗുരുജി പറയുന്ന അടുത്ത ഒരു തലം. അതിന് നമുക്ക് അദ്ദേഹത്തെ തന്നെ നമുക്ക് നിരീക്ഷിക്കുവാൻ കഴിയേണ്ടി വരും. അപ്പോൾ അതിൽ ഇപ്പം ഗുരുജി സംസാരിക്കുന്ന തലം എന്ന് പറയുമ്പോൾ ഞാൻ പലപ്പോഴും ഗുരുജിയെ നിരീക്ഷിച്ചിട്ടുള്ള ഇതാണ്. ഇത്രയും വരെ ഗുരുജി ഞാൻ ഒരിക്കലും എൻ്റെ ഒരു ഇതാണ്, ദേഷ്യപ്പെട്ട് കണ്ടിട്ടില്ല. എന്തൊരു ഇത് വന്നാലും അദ്ദേഹം ആ ഇക്വാനിമിറ്റിയോടെയാണ് അദ്ദേഹത്തിൻ്റെ റെസ്പോൺസ്. ഏത് സാഹചര്യം എന്ത് വന്നാലും അതിനെ സമചിത്തത, കാരണം ആ ഇന്നർ സൈലൻസിലാണ് അവർ നിൽക്കുന്നത്. ഇപ്പോൾ ഗുരുജി പറയും, അത് ഗുരുജിയുടെ പ്രവർത്തികളായാലും ഗുരുജി പറയും,
ഇത് ഒന്നും പ്രീ പ്ലാൻഡ് ആണല്ല, ഇത് ഒഴുക്കാണെന്ന് പറയും. അപ്പം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ഒരു തലം എത്തിക്കഴിഞ്ഞാൽ എന്താണ്, പിന്നെ സംസാരിക്കാനും ഒന്നുമില്ല. കാരണം എവിടെ പറഞ്ഞ ചിന്തകളുമില്ല, എന്നുമില്ലാത്ത ഒരു തലമായിരിക്കും അത്. അതാണ് ഗുരുജി ഫൈനൽ ഒരു സ്റ്റേറ്റിൽ ഈ റൈറ്റിങ്സിൻ്റെ എല്ലാം ഫൈനൽ സ്റ്റേജിൽ വരുമ്പം ഗുരുജി കൊണ്ടുപോകുന്നത് നമ്മളെ ആ അൾട്ടിമേറ്റിലാണ്. അവിടെ പിന്നെ എന്ന് പറയുന്നത് ആ പറയുന്ന നിരീക്ഷകൻ എന്ന് പറയുന്ന ആ ഒരു സംഭവം, ദാറ്റ് ഈസ് ദ അൾട്ടിമേറ്റ് തിങ്. യു ഡോണ്ട് എക്സിസ്റ്റ് ആസ് എ പേഴ്സണാ, നിങ്ങളുടെ ശരീരം അവിടെ ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് വാട്ട് ഈസ് വർക്കിംഗ് ത്രൂ വുഡ് ബി ദ ഡിവിനിറ്റി. അപ്പം ഗുരുജി പലപ്പോഴും ഈ പറയുന്ന ഈവൻ നമ്മൾ ഇൻസ്ട്രുമെൻ്റ് ആണ് ഗുരുവിൻ്റെ എന്ന് പറയുമ്പോൾ തന്നെയും അതിൽ ഞാനൊരു ഇൻസ്ട്രുമെൻ്റ് ആണെന്ന് പറയുമ്പോൾ തന്നെ ഗുരു പറയുന്നു അവിടെ അഹമുണ്ട്, നീ ആരൊരു ഇൻസ്ട്രുമെൻ്റ് ആവാൻ. അപ്പോൾ അത്രയും സൂക്ഷ്മതലങ്ങളാണ്. യു ആസ് എ പേഴ്സണ, ആസ് ആൻ എൻറ്റിറ്റി ഡസ് നോട്ട് എക്സിസ്റ്റ്. അപ്പം അവിടെയാണ് പൂർണ്ണമായി അഹം എന്ന ഒരു ആ സംസ്കാരം നമ്മൾ രൂപീകരിച്ചത് ഇല്ലാതായിട്ട് ആ ബോധം നമ്മളിൽ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ എനിക്ക് പല സംശയങ്ങൾ ഇതിൻ്റെ അകത്ത് വരുന്നത് ഹൗ ദേ മാനിഫെസ്റ്റ്. ഇപ്പം നമ്മൾ കേട്ടിട്ടുണ്ട് ഓഷോ, നമ്മൾ പറയുന്നുണ്ട് ഹി വാസ് റിയലൈസ്, കാരണം അദ്ദേഹത്തിൻ്റെ വരുന്ന വാക്കുകളും എല്ലാം, പക്ഷേ ഹി യൂസ് ടു ടോക്ക് എ ലോട്ട്. ഇപ്പം അവധൂത സങ്കല്പം പലരും നമ്മൾ വന്ന് അവർ മിണ്ടാറില്ല, സൈലൻ്റ് ആയിട്ടിരിക്കും. നമ്മുടെ ഗുരുജിയുടെ രീതി എന്ന് പറയുന്നത് എന്താണ്, പുറമേ എന്ന് വെച്ചാൽ ഈ സത്യാന്വേഷികളുമായിട്ട് സംസാരിക്കും, ബാക്കിയുള്ള എന്താണ് ജനറൽ ഇതിലേക്ക് കാരണം അവിടെ സംസാരിച്ചിട്ട്, കാരണം അവിടെ മനസ്സ് ആദ്യം ശുദ്ധമാകാൻ അവർക്ക് കിട്ടില്ല സാധനം, അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നത്. പിന്നെ അദ്ദേഹം കൂടുതലും മാനിഫെസ്റ്റ് ദോസ് ട്രൂത്ത് ഇൻ ദ ഫോം ഓഫ് റൈറ്റിങ്സ്. അതുകൊണ്ടാണ് ഗുരുജി എപ്പോഴും പറയുന്നത് പ്ലീസ് ഫോളോ മൈ റൈറ്റിങ്സ്. കാരണം യു ക്യാൻ ഫീൽ മീ, യു ക്യാൻ ഹിയർ മീ ആൻഡ് യു ക്യാൻ എക്സ്പീരിയൻസ് മീ ഇൻ മൈ റൈറ്റിങ്സ്. അപ്പം അത് നിങ്ങൾ പോയി അത് നിങ്ങൾ മനനം ചെയ്ത് അതൊക്കെയാണ് നമ്മളിപ്പം ചെയ്യുന്നത്. ഇതിനെക്കുറിച്ചുള്ള ഇതൊക്കെ കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ വേ ടു റീച്ച് the way through which Guru is working through us to see the glimpses of the ultimate consciousness in us, and it is His grace that is driving all of us in this endeavor. Hari Om. Giran Sarji. Hari Om. ഇവിടെ ഈ വിഷയത്തെ കുറിച്ച് വിശദമായിട്ട് ബാലിജിയും ശരൺജിയും പറഞ്ഞു. ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് ചുരുക്കി മാത്രം പറയാം. അതായത് ഇന്നത്തെ വിഷയത്തിൽ 3 തരം സംഭാഷണങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന് നമ്മൾ മറ്റൊരാളുമായിട്ടുള്ള സംഭാഷണം, ഒന്ന് നമ്മുടെ ഉള്ളിൽ മനസ്സിന്റെ തലത്തിൽ നടക്കുന്ന സംഭാഷണം, പിന്നെ മൂന്നാമതായിട്ട് ആ ലെവലിലുള്ള ആത്മഭാഷണം. ആദ്യത്തെ രണ്ടിലും അഹം പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ മറ്റൊരാളുമായിട്ട് സംസാരിക്കുമ്പോൾ അവിടെ തർക്കങ്ങൾക്കും ഒക്കെ കാരണം വരുന്നത് നമ്മുടെ അഹവും ആ ഓപ്പോസിറ്റിലുള്ള ആളുടെ അഹവും തമ്മിലുള്ള ഒരു ക്ലാഷാണ് അവിടെ വരുന്നത്. ഇനി രണ്ടാമത് മനസ്സിലുള്ള സംഭാഷണങ്ങളും, അതും നമ്മുടെ അഹത്തിന്റെ ഒരു കളി തന്നെയാണ്. കാരണം പുറത്ത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തത് നമ്മളിങ്ങനെ നമ്മളെ ഉള്ളിൽ തന്നെ ഇട്ട് അതിങ്ങനെ മനസ്സിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് രണ്ടും ഈഗോ ബേസ്ഡ് ആണ്. പക്ഷെ നമ്മൾ ആ ഈഗോ ബേസ്ഡ് നിന്ന് മാറിയിട്ട് ആ മൂന്നാമത്തെ തലത്തില്, അതായത് ഈഗോ ഇല്ലാത്ത ആ തലത്തിലേക്ക് എത്തി ആത്മഭാഷണം നടത്താനുള്ള ആ ഒരു സ്കില്ല് നേടിയെടുക്കണം എന്നാണ് ഗുരുജി ഇതിലൂടെ ഈ ഇന്നത്തെ സംഭാഷണം ഈ പുസ്തകത്തിലെ ശൂന്യതയിലൂടെ പറയുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതില് ഞാൻ കുറച്ച് പോയിന്റ്സ് മാത്രം പെട്ടെന്ന് പറഞ്ഞു പോകാം. അതായത് ആ അവസാനത്തെ വാചകം, സാധകൻ ഉള്ളിൽ ആത്മഭാഷണം ശരിയായി ചെയ്യുന്നു എങ്കിൽ പുറത്തും അവൻ നന്നായി സംഭാഷണം ചെയ്യും എന്ന അറിവാണ് ഇന്ന് ഗുരുജി നൽകിയിരിക്കുന്നത്. അതായത് നമുക്ക് പുറത്തുള്ളവരോട് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല. പല ഘട്ടങ്ങളിലും നമുക്ക് സംസാരിക്കണം പുറത്തുള്ള ആൾക്കാരുമായിട്ട്. പക്ഷെ ഈ മനസ്സിന്റെ സംഭാഷണം നമുക്ക് നിർത്താം. അതോടൊപ്പം തന്നെ ഈ ആത്മഭാഷണത്തിന്റെ ലെവൽ, അഹമില്ലാത്ത ആ ഭാഷണം നമ്മുടെ ഉള്ളിൽ നടത്തി സ്കില്ല് അത് നേടിക്കഴിഞ്ഞാൽ പുറത്തുള്ളവരോടും നമുക്ക് ആ സംഭാഷണം മെച്ചപ്പെടുത്താം എന്നാണ്
മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പിന്നെ ഗുരുജിയുടെ തന്നെ പുസ്തകത്തിൽ ഗുരുജി അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നമ്മളുടെ മനസ്സും ഉയർന്ന ബോധവും തമ്മിലുള്ള സംഭാഷണമാണ് ആത്മഭാഷണം എന്ന് ഈ പുസ്തകത്തിന്റെ മുഖവുരയിൽ തന്നെ ഗുരുജി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഹൃദയത്തിന്റെയും വിവേകത്തിന്റെയും ഭാഷയാണ് ആത്മഭാഷണത്തിന് ഉപയോഗിക്കുന്നത് എന്നും ഗുരുജി പറയുന്നുണ്ട് ഈ പുസ്തകത്തിൽ. ഇനി ഈ മനസ്സ് പരിശുദ്ധമാകുമ്പോൾ ആണ് ഹൃദയത്തിന്റെ ഭാഷ ഉണരുന്നത്. അതിന് ഉയർന്ന അവബോധവുമായിട്ട് സംവദിക്കാൻ കഴിയും ഹൃദയത്തിന്. അപ്പൊ ഉള്ളിൽ നിന്ന് ഉയരുന്ന ചോദ്യങ്ങൾക്ക് ഉള്ളിൽ നിന്ന് തന്നെ ഉത്തരം ലഭിക്കുമ്പോൾ അത് ആത്മഭാഷണങ്ങളായി മാറുന്നു. അതായത് ആ ഹയർ ലെവലില് എത്താനുള്ള ഒരു സാധനയിലൂടെ സാധകൻ ആ തലത്തിൽ എത്തുമ്പോൾ ആത്മവിചാരത്തിൽ വരുന്ന ചോദ്യങ്ങളാണ് ഇവിടെ. നമുക്ക് ഈ ആത്മവിചാരം ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ പല പല ചോദ്യങ്ങളും വരും. അപ്പൊ ആ ചോദ്യങ്ങൾ ഉള്ളിൽ നിന്ന് വരുമ്പോ അതിനെ നിരീക്ഷിച്ചിട്ട് അതിന്റെ ഉത്തരം കാണാൻ നമ്മൾ ഈ മനസ്സിനെ പരിശുദ്ധമായ ഹൃദയമാക്കി മാറ്റി ആ വിവേക ബുദ്ധിയുമായിട്ട് കണക്ട് ചെയ്തിട്ട് അതിന്റെ ഉത്തരം നമ്മൾ തന്നെ കണ്ടെത്തിയിട്ട് ഈ പുറമേ ഈ ഉള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും കുറച്ച് കൊണ്ടുവരാനും എന്നുള്ള ഒരു ഇതാണ് മെസ്സേജാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ ഇങ്ങനെ ആത്മഭാഷണത്തിന്റെ ലെവലിലേക്ക്, ആ ഒരു ഹയർ ലെവലിലേക്ക് നമ്മൾ പോകുമ്പോൾ ചോദ്യങ്ങൾ കുറഞ്ഞു വരുന്നു, ഒരേ ചോദ്യത്തിന് പല ഉത്തരങ്ങൾ ഇല്ലാതാവുന്നു, ഒരു ക്ലാരിറ്റി വരുന്നു. അപ്പൊ ആ സംഭാഷണങ്ങൾ അർത്ഥപൂർണമാകുന്നു. ഉള്ളിൽ നടക്കുന്ന സംഭാഷണം അർത്ഥപൂർണമാകുന്നത് ആ ഹൃദയത്തിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് ആ ഉയർന്ന അവബോധം കൃത്യമായ ഉത്തരം നൽകുന്നത്. അത് നേരത്തെ വാലിജി സൂചിപ്പിച്ചതുപോലെ അത് ഓട്ടോമാറ്റിക്കലായിട്ട് വരുന്നതാണ്. നമ്മൾ അറിയാതെ ചിലപ്പോൾ നമ്മൾ ഒരു പ്രശ്നത്തിൽ പെട്ട് കഴിയുമ്പോൾ നമ്മൾ പെർപ്ലക്സ്ഡാവും. അതായത് എന്താണ് ഇനി പോകാൻ വഴി. പക്ഷെ അറിയാതെ ചിലപ്പോഴൊരു മിന്നൽ പോലെ നമ്മുടെ ഉള്ളില് ഒരു ഉത്തരം ചിലപ്പോ അപൂർവമായിട്ട് അങ്ങനെ വരുന്നത് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോ ഇവിടെ അഹത്തെ കരിച്ച് മനസ്സിനെ പരിശുദ്ധമാക്കുവാൻ ഗുരുജി ഒരു അഹത്തെ കരിച്ചു കളയാന്നുള്ള ആ ഒരു ടീച്ചിങ്സിൽ പറയുന്നത്, അഹത്തെ കരിച്ച് മനസ്സിനെ പരിശുദ്ധമാക്കാൻ നമ്മൾ ചുറ്റുമുള്ള എല്ലാറ്റിനോടും കൃതജ്ഞതയുള്ളവനായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അത് ശൂന്യമായ വാക്കുകളിലെ ഒരു വേർഡിങ്സ് ആണിത്, ശൂന്യമായ വാക്കുകളിലുള്ള. അപ്പൊ അഹത്തെ കരിക്കണമെങ്കിൽ മറ്റുള്ള എല്ലാത്തിനോടും നമ്മൾ കൃതജ്ഞതയുള്ളവരായിരിക്കണം. അത് മനസ്സിനെ പ്യൂരിഫൈ ചെയ്യാൻ പറയുന്നതാണ്. അപ്പോൾ തന്നെ ഇന്ന് ഗുരുജി പോസ്റ്റ് ചെയ്ത അവധൂത ചിന്തകളിൽ ഒരു ചിന്ത ഇതാണ്: മഴയെ മണ്ണ് കുടിക്കും, മണ്ണ് കുടിച്ച വെള്ളം ഞാൻ കുടിക്കും. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്, നമ്മളിപ്പോ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് ആ മഴയോടും ആ മഴവെള്ളത്തെ സംഭരിച്ച മണ്ണിനോടും ആ വെള്ളം എപ്പോഴും നമുക്ക് ലഭ്യമാക്കി തരുന്ന കിണറിനോടും ആ മഴയെ സൃഷ്ടിച്ച മേഘങ്ങളോടും സമുദ്രത്തോടും സൂര്യനോടും എല്ലാം നന്ദിയുള്ളവരായിരിക്കണം. ആ ഒരു കൃതജ്ഞത ഡെവലപ്പ് ചെയ്തെടുത്തു കഴിയുമ്പോൾ ഈ അഹത്തിന്റെ ആ ഒരു പ്രഭാവം കുറഞ്ഞു വരും എന്നാണ് ഗുരുജിയുടെ ഈ പോസ്റ്റിങ്ങിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഈ അവധൂത ചിന്ത നമ്മൾക്ക് ചുറ്റുമുള്ള എല്ലാത്തിനോടും നന്ദിയുള്ളവരായിരിക്കണം എന്ന് ബോധ്യപ്പെടുത്തുന്നു. അത് ദിവസേന നമ്മൾ മന്ത്രം പോലെ ഉരുവിട്ട് അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് ആ ഒരു തലത്തിലേക്ക് വളരെ പതുക്കെ നീങ്ങി എത്തിച്ചേരാൻ പറ്റുന്നതാണ്. എല്ലാത്തിനോടും നന്ദി ഉണ്ടാവുമ്പോൾ ആ വിനയം അതും അതിന്റെ കൂടെ വരും. വിനയമുള്ളവന് എല്ലാവരെയും ഒരുപോലെ ഉൾക്കൊള്ളുവാൻ കഴിയും. ഇതും ഗുരുജിയുടെ ഒരു സത്സംഗത്തിൽ ഗുരുജി വിശദമാക്കി തരുന്നുണ്ട്. അതായത് മനസ്സിനെ പ്യൂരിഫൈ ചെയ്യാൻ ഗുരു സമർപ്പണത്തോടൊപ്പം, അതായത് നമ്മൾ ഗുരുവിന്റെ മുമ്പിൽ പൂർണ്ണമായി സമർപ്പണം ചെയ്യുന്നതിനോടൊപ്പം എല്ലാത്തിനോടുള്ള നന്ദി, വിനയം, സമഭാവന, സ്വീകാര്യത എന്നീ ഗുണങ്ങൾ മനസ്സിൽ നിറയുമ്പോൾ അത് പരിശുദ്ധ ഹൃദയമായി മാറുന്നു.
അപ്പോൾ ഗുരുകൃപയാൽ വിവേക ബുദ്ധി ഉണരുന്നു. അപ്പൊ ആ മനസ്സിലെ ഒരു ഹൃദയം, മനസ്സും ഹൃദയം എന്ന് പറയുന്നത് അഹം മനസ്സിനോട് ചേരുമ്പോൾ മനസ്സായിട്ട് തന്നെ നിൽക്കും. അഹത്തിനെ മാറ്റി ഇത്തരം ഗുണങ്ങൾ ഫില്ല് ചെയ്യുമ്പോൾ അത് ആ ഒരു പ്യുവർ മൈൻഡായി മാറുന്നു. അതിനെയാണ് ഇവിടെ ഹൃദയം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ സാധകന്റെ പരിവർത്തനങ്ങൾ, ആ സാധകനിൽ വരുന്ന പരിവർത്തനങ്ങൾ അവന് തന്നെ നിരീക്ഷിച്ചറിയാൻ സാധിക്കും. അതായത് ആ മനസ്സിലുള്ള ഭാഷണങ്ങൾ കുറഞ്ഞു വരും. അങ്ങനെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന ചോദ്യങ്ങൾക്ക് ആ ഉയർന്ന അവബോധം തന്നെ അവിടെ ഉത്തരം നൽകുന്നു. അപ്പൊ ആ തലത്തിലെത്തും. അതായത് മനസ്സ് പ്യുവർ ആവുമ്പോഴാണ് ആ നിരീക്ഷകനോടെ ഉണർന്ന് നിൽക്കുന്നത്. നിരീക്ഷകൻ എന്ന് പറയുന്നത് ആ പ്യുവർ കോൺഷ്യസ്നസ് ആയിരിക്കാം. അപ്പൊ അവിടെ ആ നമ്മൾ അറിയാതെ തന്നെ ആ വിവേക ബുദ്ധിയിലൂടെ ആ നമ്മുടെ ഉള്ളിൽ ഇത് ആത്മീയപരമായിട്ടുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മൾക്ക് ആ ഗുരുകൃപ കൊണ്ട് അവിടെ എത്തിച്ചേരും. അപ്പൊ അതാണ് ആത്മഭാഷണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ആത്മീയമായ കാര്യങ്ങളെ കുറിച്ച് നമ്മുടെ മനസ്സിൽ ഒരു ചോദ്യം ഉയരുമ്പോൾ അതിന് നമ്മളെ മനസ്സ് പ്യുവർ ആണെങ്കിൽ ഗുരുകൃപയാല് ആ വിവേക ബുദ്ധി, ആ ഉയർന്ന അവബോധ തലത്തിൽ നിന്ന് നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ഉത്തരം ലഭിക്കുമെന്നാണ് ഗുരുജിയെ ഈ പറഞ്ഞ നേരത്തെ ഞാൻ മെൻഷൻ ചെയ്ത ഇതൊക്കെ വായിച്ച് മനനം ചെയ്തപ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. അപ്പോൾ സാധകരുടെ സംഭാഷണങ്ങളിൽ ചോദ്യങ്ങൾ കുറയുന്നു. ഒരേ ചോദ്യത്തിന് പല ഉത്തരങ്ങൾ ഇല്ലാതാകുന്നു. സംഭാഷണങ്ങളിൽ നമ്മൾ ശരത്ജി പറഞ്ഞതുപോലെ സംഭാഷണങ്ങളിൽ ഗുരുവിനെയാണ് സാധകർ മാതൃകയാക്കുന്നത്. അതായത് ഗുരുജി വളരെ ആവശ്യത്തിന് മാത്രം മിതമായിട്ട് വളരെ മിനിമം മാത്രമേ സംസാരിക്കുന്നത് കണ്ടിട്ടുള്ളൂ. ഒരു തവണ മാത്രമാണ് ഞാൻ ഗുരുജിയോട് ഒപ്പം യാത്ര ചെയ്യാൻ സാധിച്ചത്. ആ യാത്രയിലുടനീളം ഗുരുജി സൈലന്റ് ആയിരുന്നു. അതുപോലെ ആ റെക്കോർഡിംഗ് വേളയിലും, അതായത് ഒരു സ്പിരിച്വൽ ഒരു വ്യക്തിയുടെ കണ്ണൂര് അദ്ദേഹത്തിന്റെ ആ റെക്കോർഡിംഗ് സമയത്ത് ബാലജി ചോദ്യം ചോദിക്കുന്നതും മിനിമം വാക്കുകൾ ഉപയോഗിച്ച് ഗുരുജി സൈലന്റ് ആയി നിൽക്കുന്നു. അദ്ദേഹം ഇങ്ങനെ സാവകാശ ഉത്തരം പറയുന്നു. അപ്പം നമ്മൾ ഈ സംഭാഷണങ്ങൾ ആവശ്യത്തിന് മാത്രം, അതായത് പുറത്തോട്ടുള്ള സംഭാഷണം, മറ്റുള്ളവരോടുള്ള സംഭാഷണം നമ്മൾ ആവശ്യത്തിന് മാത്രം, അതായത് വേണ്ടുന്നിടത്ത് പരിമിതമായ വാക്കുകൾ കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് അധികം പ്രശ്നങ്ങളില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഇനി ഗുരുജിയുടെ റൈറ്റിങ്സ് തന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പം ധ്യാന കഥകൾ, അതുപോലെ എല്ലാം പറയാം, ഏറ്റവും ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് അമൂല്യമായ അറിവുകൾ അത് വ്യക്തമായും ലളിതമായും നമുക്ക് പകർന്നു നൽകുന്നു. അപ്പൊ ആ തലത്തിലേക്ക് സാധകരും എത്തണം എന്നാണ് ഗുരുജി നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ അതിന് നമ്മൾ ആദ്യം ഈ മൈൻഡിനെ പ്യൂരിഫൈ ചെയ്ത് ആ ഹൃദയം, രാധാ ഹൃദയം എന്ന് പറയുന്നത് ആ പ്യൂരിഫൈഡ് മൈൻഡ്, ഒരു അഹത്തിന്റെയോ മറ്റൊന്നുമില്ലാതെ എല്ലാ സാത്വിക ഗുണങ്ങളും നിറഞ്ഞ ആ മനസ്സിനെ പ്യൂരിഫൈഡ് മൈൻഡ്, ആ ഹൃദയം, ആ പ്യൂരിഫൈഡ് മൈൻഡിനെയാണ് ഹൃദയം എന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ സംഭാഷണങ്ങൾ നമ്മൾ പുറത്തോട്ട്, അതായത് നമ്മുടെ ആത്മഭാഷണം നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്ന ലെവലിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പുറത്തുള്ള സംഭാഷണം, അതായത് മറ്റുള്ളവരോടുള്ള സംഭാഷണവും വളരെ വ്യക്തവും സംക്ഷിപ്തവും അത് ആകും. അപ്പോൾ അവ മികവുറ്റതുമാകും. പറയാനുള്ളത് വളരെ ചുരുക്കി വളരെ കൃത്യതയോടെ പറയാൻ നമുക്ക് സാധിക്കും. അപ്പൊ ഈ ഗുരുജി നൽകുന്ന വിഷയങ്ങൾ നിരന്തരം മനനം ചെയ്ത് ഉള്ളിൽ ആത്മഭാഷണം ചെയ്യാനുള്ള പ്രാപ്തി നേടിയാൽ സാധകർക്ക് മറ്റുള്ളവരോട് ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് നന്നായി സംഭാഷണം നടത്തുവാനുള്ള കഴിവ് ആർജിക്കാം എന്നാണ് ഇന്നത്തെ വൃത്തിയിലെ ശൂന്യതയിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിച്ചത്. അതായത് നമ്മളെ മനസ്സിനെ പ്യൂരിഫൈ ചെയ്ത് കൊണ്ടുവരിക. അത് ഗുരുജിയുടെ ടീച്ചിങ്സിൽ അതിനുള്ള എല്ലാ വഴികളും പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ആ പ്യുവർ സ്റ്റേജിലേക്ക് നമ്മളെ മൈൻഡിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഉള്ളിൽ ആത്മഭാഷണം നടക്കും. നമുക്ക് ചോദ്യങ്ങൾ പുറത്ത് ഗുരുവിനോട് അല്ലെങ്കിൽ മറ്റു സഹസാധകരോടും
ഒക്കെ ചോദിക്കാതെ തന്നെ നമുക്ക് ഉള്ളിൽ ഉത്തരം കണ്ടെത്തുന്ന ആ ലെവലിലേക്ക്, അത് പെട്ടെന്ന് സാധിക്കുമെന്ന് അറിയില്ല, ആ ലെവലിലേക്ക് നമ്മളെ എത്തണം എന്നാണ് ഗുരുജി ഇതില് സന്ദേശം നൽകുന്നത്. അപ്പോ അങ്ങനെ വരുമ്പം പുറത്തുള്ള സംഭാഷണവും ഒരു ക്ലാഷ് അല്ലാതെ, ഒരു യുദ്ധമല്ലാതെ ഒരു വളരെ നല്ല ഒഴുക്കോടുകൂടി ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയാൻ എനിക്ക് ഉള്ളത്. ഹരിയോം. ഹരിയോം. നന്ദൻജി. ശരിക്കും സംസാരിക്കരുതെന്ന് പറഞ്ഞപ്പം ഏകദേശം എല്ലാവരും നല്ലതായിട്ട് സംസാരിച്ചു. അപ്പോൾ നമുക്ക് വന്ന വെച്ചാൽ ഇപ്പൊ വെടിക്കെട്ടുകാരനെ ഉടുക്ക് പൊട്ടി പേടിപ്പിക്കരുത്, പക്ഷെ ബോംബ് പൊട്ടിച്ചാണ് ഗുരുജി ഇപ്പൊ പേടിപ്പിച്ചേക്കുന്നത്. കാരണം ഞാൻ വളരെ ടോക്റ്റീവാണ്, വളരെയധികം സംസാരിക്കുന്ന വ്യക്തിയാണ്. ഞാൻ അകത്തും പുറത്തും സംസാരിക്കുന്നുണ്ട്. എല്ലാവരോടും നല്ലതായിട്ട് ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട്, നല്ല പ്ലീസിങ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്, കേട്ടിരിക്കാൻ നല്ല രസമുണ്ട്. പക്ഷെ അതിൽ അഭിമാനം ഒന്നും കൊള്ളുന്നില്ല ഇപ്പം. കാരണം എങ്ങനെയെങ്കിലും ഇങ്ങനെ സംസാരം കുറച്ചുകൊണ്ട് വരണം. ഇപ്പം മൈൻഡ് ലെവലിൽ ചിന്തിച്ചാല് ശരിക്കും ഞാൻ ഒരുപാട് മൈൻഡിലോട് സംസാരിക്കുമായിരുന്നു. ഇപ്പൊ അത് ഗുരുജീന്നുള്ള റെപ്രസെന്റേഷൻ കൊടുത്താണ് ഞാൻ ഇപ്പൊ സംസാരിക്കുന്നത്. അപ്പൊ പലതിനും നമുക്ക് ആൻസർ കിട്ടുന്നുണ്ട് നമ്മൾ ആ സംസാരിക്കുന്നതിന്. ഇപ്പൊ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, തിങ്ക് ബിഫോർ വി സ്പീക്ക് എന്ന് പറയുന്നത്. നമ്മൾ ആലോചിച്ച് സംസാരിക്കണം. അപ്പൊ തീർച്ചയായിട്ടും എല്ലാ വ്യക്തികളോടും എന്ത് സംസാരിക്കാമെന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റൂല. അപ്പം സ്വാഭാവികം നമ്മൾ അവിടെ ഒരു പ്രത്യേക ആംഗിൾ അല്ലെങ്കിൽ പ്രത്യേക മാനദണ്ഡം ഉപയോഗിക്കുന്നുണ്ട്. അത് ശരിക്കും ശരിയാണ്. നമുക്കിപ്പോ സമൂഹത്തിലെ എല്ലാ വ്യക്തികളെയും അളന്നിട്ട് സംസാരിക്കാൻ പറ്റില്ല. പക്ഷെ അവർക്ക് അനുയോജ്യമായ രീതിയിൽ നമ്മൾ സംസാരിച്ചു തുടങ്ങും. ഇപ്പൊ ശരിക്കും നമുക്ക് ആത്മഭാഷണം എന്ന് പറയുന്ന ഗ്രന്ഥം വായിച്ചു തുടങ്ങിയപ്പോഴാണ് ശരിക്കും രാധാകൃഷ്ണ സംവാദം എത്രത്തോളം, എസ്പെഷ്യലി ആ പ്രൂഫ് റീഡിങ്ങിന്റെ സമയത്താണ് ശരിക്കും കുറെ സമയത്ത് എനിക്ക് നിശബ്ദമായി ഇരിക്കാൻ സാധിച്ചു. ഇപ്പം ശരജി പറഞ്ഞ കൊണ്ട് രണ്ട് ചിന്തകൾക്കിടയിൽ ഒരു തുര്യാവസ്ഥ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് അതാണ്, അവിടെയാണ് നിരീക്ഷകൻ പ്രത്യക്ഷപ്പെടുന്നതെന്ന്. ശരി തന്നെയാണ്. ആ നിരീക്ഷകന്റെ ആ ഒരു വരവിനെ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും, വെയിറ്റ് ചെയ്യണം ശരിക്കും. രണ്ട് വാക്കുകൾക്കുള്ള വിടവിനും വിടവും നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കണം. അപ്പൊ യഥാർത്ഥത്തില് ഇതാണ് ഗുരുജി ഇപ്പം ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളിനി വീണ്ടും അതിങ്ങനെ റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. എന്നാലും ശരിക്കും പറയില്ലേ, ഉള്ളില് ആ നിശബ്ദത എപ്പോൾ എത്തുന്നോ, ശരിക്കും നീ ശബ്ദമാകുന്നു എന്ന് തിരിച്ചറിയുന്ന ആ സമയത്താണ് നമുക്ക് നിശബ്ദരാകാൻ സാധിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തില് നമ്മള് ആ നിശബ്ദതയിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ നോക്കി കാണാൻ സാധിക്കണം. അപ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ആ സത്തയെ പറ്റി നമുക്ക് ബോധ്യപ്പെടുന്നത്. ഇപ്പൊ പറഞ്ഞു ധ്യാനാത്മാവ മനസ്സ് സൃഷ്ടിക്കപ്പെടുന്നു, അങ്ങനെ ഓരോന്നും ചെയ്യുന്നുണ്ട്. നമ്മുടെ സാധനം നമ്മളെ അതിന് ഹെൽപ്പ് ചെയ്യും, ഗുരു അത് തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. എന്നാലും നമ്മൾ സ്വയം നമ്മളുടെ യാത്രയ്ക്ക്, ആന്തരിക യാത്രയ്ക്ക് വേണ്ടി നമ്മൾ ശ്രമിക്കണം. ഇപ്പൊ ഒരാൾ നമ്മളോട് പറയാണ്, നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ അഹംബോധത്തിന് മങ്ങലേൽപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കും ഗുഡ് ഫോർ നത്തിങ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ എന്താണ്, ഐ ആം നത്തിങ് എന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെ നമുക്ക് എങ്ങനെ അപ്പൊ അഹത്തിനേക്കുന്ന എന്ത് പരിക്കുകളും നമുക്ക് നമ്മളുടെ ആ നിശബ്ദത കൊണ്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കണം. ഇപ്പൊ എന്റെ മനസ്സിൽ ഒരു സമസ്യ വന്നു, ഒരു പ്രോബ്ലം വന്നു. പക്ഷെ ഞാൻ എന്ത് ചെയ്യും, ആ പ്രോബ്ലത്തിന്റെ ആൻസർ കണ്ടെത്തി കൊടുക്കും. അവിടെ വെച്ച് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ എനിക്ക് സാധിക്കും. അത് നമ്മൾ ചെയ്യുന്ന സാധന കൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് അത് സാധിച്ചില്ലെങ്കിൽ എന്ത് പറ്റും, നമ്മൾ ആ പ്രോബ്ലത്തിൽ നിന്ന് തുടങ്ങി അടുത്ത പ്രോബ്ലത്തിലേക്ക് എത്തി അവിടുന്ന് ഫുൾ സ്റ്റോപ്പ് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കടന്നു പോകും. അപ്പം കൂടുതൽ നീട്ടുന്നില്ല, ഞാൻ ഫുൾ സ്റ്റോപ്പ് ഇടുന്നു. ഹരിയോം. സായി. ശരജി, കാരണം വളരെ ഡീപ്പ് ടോക്കാണ്. ഞാൻ ഈ തലത്തിന്റെ തുടക്കത്തിൽ കാലെടുത്ത് വെച്ചിരിക്കുന്ന വ്യക്തി എന്ന നിലയിൽ, കാരണം ഞാനിപ്പോ ബാലുജി പറഞ്ഞതിന്റെ ആ ഇതാണ്. കാരണം ഞാൻ പുറത്ത് സംസാരിക്കുന്നില്ല, ആന്തരികമായിട്ട് നല്ല കൃത്യമായിട്ട് ഭാവന സൃഷ്ടിച്ചുകൊണ്ട് അകത്ത് സംസാരിക്കുന്ന വ്യക്തിയാണ്. എന്നാൽ കൊച്ചു കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ സ്കൂളിലൊക്കെ പോകുമ്പോൾ നല്ലവണ്ണം അവരോട് ഇടപെടും. പക്ഷെ മുതിർന്ന ആൾക്കാരുമായിട്ട് അധികം സംസാരിക്കില്ല. അകത്ത് നല്ലവണ്ണം ഞാൻ സംസാരിക്കുന്ന ആളാണ്. പക്ഷെ ഈ ഗുരുജിയുടെ ആ ഒരു അടുത്ത് കിട്ടുന്ന ആ ഒരു വ്യത്യാസമാണ്. കാരണം ഗുരുജിയുടെ അടുത്ത് കൃത്യമായിട്ട് അവിടെ എത്തുമ്പോൾ എൻ്റെ അകത്ത് ഇതേ സംഭാഷണം നടക്കുന്നുണ്ട്. പക്ഷേ
ആ ക്യാമ്പില് തുടക്കം മുതൽ നമ്മൾ കണക്ട് ആവുന്നത് ഗുരുജിയായിട്ടാണ്. കാരണം ഞാൻ ഈ എത്രയോ ക്യാമ്പിന് തുടക്കത്തിൽ എനിക്ക് ഗുരുജിയെ കാണുമ്പോൾ ഇറിറ്റേഷൻ തോന്നി. അയ്യോ ഇത് അതായത് ആദ്യം കണ്ടപ്പോൾ എനിക്ക് പ്രത്യേക തരത്തിലുള്ള ആകർഷണം തോന്നി. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞ് ഒരു മൂന്നാമത്തെ ക്യാമ്പ് വന്നപ്പോൾ എനിക്ക് വലിയ ഇറിറ്റേഷൻ തോന്നി. കാരണം എന്റെ മനസ്സിൽ എന്റെ തന്നെ ചിന്തകളിൽ ഞാൻ ക്രിയേറ്റ് ചെയ്ത ഇറിറ്റേഷൻ എന്റെ ഗുരുജി പുറത്തു കൊണ്ടുവരികയായിരുന്നു മനസ്സിലാക്കി. അതിനുശേഷം പിന്നെ ഇപ്പൊ കാണുമ്പം കാരണം ഒരു അത് പറയാൻ പറ്റില്ല. കാരണം ഞാൻ ഈ വീട്ടിലിരിക്കുമ്പോൾ നല്ലവണ്ണം ഭാവന സൃഷ്ടിച്ചിരിക്കുകയാണ്. പക്ഷെ ഗുരുജിയുടെ അടുത്തോ ബാലേജിയുടെ അടുത്തോ സൈലന്റ് ആണ്. പക്ഷെ ആ സൈലന്റില് എനിക്ക് കുറെ ആ ഗുരുവിന്റെ കാരുണ്യം കൊണ്ട് എത്രയോ യാത്ര പോകാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. പക്ഷെ സംസാരം വളരെ ലിമിറ്റഡ് ആണ്. പക്ഷെ അതിന് ആ സമയം മൊത്തം മനസ്സ് കാരണം ചിന്തകൾ വന്നുകൊണ്ടേയിരിക്കും. വരുന്ന ചിന്തകളെല്ലാം ഈ ഒരു കണക്ഷനിലാണ് വരുന്നത്. പക്ഷെ തിരിച്ച് വീട്ടിൽ വരുമ്പം ബാലജി പറഞ്ഞതുപോലെ എനിക്ക് നല്ല രീതിയിൽ ഭാവന സൃഷ്ടിച്ച് അകത്ത് നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. കാരണം ആ യാത്ര എത്ര മാത്രം ഞാൻ ഇനി സഞ്ചരിക്കാനുണ്ട്. ഈ ഡീപ്നെസ് പറഞ്ഞ ഈ സാധകര് ഓരോരുത്തരുടെയും ഉണ്ട്. കാരണം ആ ഗുരുജിയുടെ ആ ഈ വാക്കുകൾ തന്നെയാണ് നിങ്ങൾ എല്ലാവരും പറയണത്. ഞാൻ പ്രണാമം നമിച്ചു പോവുകയാണ്. താങ്ക് യു. ഹരി ഓം. സാമിനി അമ്മ ഇതിൻ്റെ ഇടയ്ക്ക് അമ്മ ചോദിച്ച ഒരു ഇതുണ്ട്. അതായത് എനിക്കും അതിൻ്റെ അകത്ത് ഇതാണോ അമ്മ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. അതായത് സ്വഭാവത്തിലെ പെരുമാറ്റവും പെരുമാറ്റത്തിലെ സ്വഭാവവും അതാണോ അമ്മ ഉദ്ദേശിച്ചത്? ആ സെന്റൻസ് അതിന്റെ ഇടയ്ക്ക് ഉള്ള ആ വ്യത്യാസം മനസ്സിലാക്കണം എന്നുള്ള കാര്യം പറഞ്ഞപ്പോഴ ആ ഒരു പോയിന്റ് ആയിരുന്നു, ഒരു ക്ലാരിഫിക്കേഷൻ വേണം എന്ന് പറഞ്ഞു. ഞാനത് ആലോചിച്ചത് ഇങ്ങനെയാണ്. ഐ വാസ് ഓൾസോ തിങ്കിങ് അബൌട്ട് ദാറ്റ്. കാരണം നമ്മൾ മുമ്പേ സ്വഭാവവും പെരുമാറ്റവും കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ ആലോചിച്ചത് ഇങ്ങനെയാണ്, ശരിയോ തെറ്റോ എന്നല്ല ഞാൻ ഈ ഗ്രൂപ്പിലേക്ക് ഇടുകയാണ്. അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളെല്ലാം കപടതയിൽ നിന്നാണ് സംസാരിക്കുന്നത്. നമ്മുടെ അപ്പം നമ്മൾ എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഇതുണ്ടോ, എനിക്ക് എൻ്റെ പോയിന്റ് എനിക്ക് അവിടെ കൊണ്ടുവരണം, എനിക്ക് തർക്കിച്ച് അവിടെ ജയിക്കണം, എൻ്റെ പോയിന്റ് അവിടെ വരണം. ഈ പറയുന്ന ദൃഷ്ടാന്തത്തിലാണ് ഇവിടെ കോൺവെർസേഷൻ എല്ലാം നടക്കുന്നത്. പ്രീ കൺസീവ്ഡ് നോഷൻസ് ആണ്. യു ആർ either expecting an answer or something like that, it goes on. അപ്പം വന്നപ്പോൾ രണ്ട് തരത്തിലാണ്. ഒരാളിങ്ങനെ നിൽക്കുമ്പോൾ തന്നെ അവൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എക്സസൈസ് ഇവനെ അടിച്ച് ഇരുത്തണം, മറ്റേതാണ് മറിച്ചതാണ്, എൻ്റെ പോയിന്റ് വരണം എന്താണ്, എന്നിട്ട് അതാണ് അവൻ്റെ റിയൽ നേച്ചർ, സ്വഭാവം. എന്നാൽ അവൻ ഡിപ്ലോമാറ്റിക് ആയിട്ട് പെരുമാറ്റത്തിൽ അത് ഹൈഡ് ചെയ്യുകയാണ്. അതിപ്പോൾ നമുക്ക് ഈ ഇപ്പോൾ ഇൻ്റർനാഷണൽ റിലേഷൻസിലും എല്ലാം നമുക്കത് കാണുന്നതാണ്. യഥാർത്ഥത്തിൽ യു വുഡ് ബി സൈഡിങ് വിത്ത് സംബഡി, ബട്ട് യു റിയലി എന്താണ് അവർ ഹൈഡ് ചെയ്യുന്ന ഡിപ്ലോമാറ്റിക് ആയിട്ട് സംസാരിക്കും. അതൊരു രീതി വരും. ഇനി രണ്ടാമത്തതിൽ പെരുമാറ്റത്തിലെ സ്വഭാവം എന്ന് പറയുമ്പം എത്രയൊക്കെ പെരുമാറിയാലും നിൻ്റെ സ്വഭാവം അത് ഫൈനലി ഇറ്റ് വിൽ കം ഔട്ട് ഇൻ സം വേ ഓർ ദ അതർ. ആ വാക്കുകളിൽ വരും. ഇങ്ങനെ നിന്ന് കുറേ കഴിയുമ്പോഴത്തേക്ക് അവന് ചിലപ്പം ദേഷ്യത്തോടെ അതങ്ങ് പറയും. അപ്പം എത്രയൊക്കെ ഹൈഡ് ചെയ്താലും ആ സ്വഭാവം സ്ഫുരിക്കും. അതങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിനെ ലീവ് ഇറ്റ് ടു ദ ഗ്രൂപ്പ്. ഒരു ചോദ്യം ഉണ്ടല്ലോ, അത് നമുക്ക് ചോദിക്കാം. ഗുരുജിയെ കാണുമ്പോ നമുക്ക് ചോദിക്കാം. കാരണം ഇത് ഗുരുവചനമാണ്. അപ്പൊ ഗുരുജി എന്താണ് എക്സാക്ട് ആയിട്ട് മീൻ ചെയ്തത് എന്നുള്ളൊരു കാര്യം നമുക്കും ക്ലാരിഫൈ ചെയ്ത് കിട്ടുമല്ലോ. ഹരിയോം. ഇവിടെ നമ്മള് മനസ്സിലാക്കിയ എന്താന്ന് വെച്ചാല്, ഇപ്പം എന്താണ് ഉള്ളിലുള്ളത് അതായിരിക്കും അവന് പുറത്തേക്ക് പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഒരു ഭയങ്കരമായിട്ട് ചീത്ത പറയുന്ന ഒരു വ്യക്തി ഒരു കല്ലിൽ തട്ടിയാൽ അവൻ ചീത്തയായിരിക്കും അവന്റെ വായിൽ നിന്നിടുന്നത്. അതേസമയം ഒരു സാധകനാണ് ചിലപ്പോൾ അവന്റെ ഈശ്വരനാമമായിരിക്കും പുറത്തേക്ക് വരുന്നത്. അപ്പം പ്രവൃത്തിയും കർമ്മവും ചിന്തയും അവനിൽ നിന്നും പുറത്തേക്ക് വരുന്ന സംഭാഷണവും എല്ലാം ഒരു ഞാണിൽ കെട്ടിയ 3 വള്ളികൾ എന്നുള്ള ചിന്തിക്കേണ്ടി വരും.
അപ്പോൾ ശരിക്കും ഇതാണ്. അപ്പൊ ഈ ഓങ്കാരം എന്ന് പറയുന്ന ശബ്ദമാണ് ഈ പ്രപഞ്ചത്തിൽ ആദ്യ സ്പന്ദനമായിട്ട് തന്നെ വന്നത്. കാരണം ഇപ്പം പറയില്ലേ, വാക്കുകൾക്ക് ശക്തിയുണ്ട്. ഇപ്പൊ നമ്മൾ ഒരാളോട് പറയാണ് ഗെറ്റ് ഔട്ട് എന്ന് അടിക്കുക, അപ്പൊ അത് വേറൊരു മനോവികാരമായിരിക്കും അയാളിൽ ഉണ്ടാക്കുന്നത്. സമയം പ്ലീസ് ഗോ ഔട്ട് എന്ന് പറയുന്നതും ഇറങ്ങിപ്പോകുന്നത് തന്നെയാണ്. പക്ഷെ അവിടെ ഒരു പ്ലീസ് ചേർത്തപ്പോ എന്ത് പറ്റി, രണ്ടും രണ്ട് ആംഗിളിൽ ചിന്തിക്കാൻ സാധിച്ചു. അപ്പൊ ഇതാണ് ബിഹേവിയറും ആ രണ്ട് ടൈപ്പിൽ പറഞ്ഞ ക്യാരക്ടറും ബിഹേവിയറും തമ്മിലുള്ള രീതിയിൽ ചിന്തിച്ച. കാരണം ഒരാളെ ഇമ്പോസ് ചെയ്യപ്പെടുന്നത് അവരുടെ ദേഷ്യം ഫുൾ ഇമ്പോസ് ചെയ്തായിരിക്കും ഗെറ്റൗട്ട് അടിക്കുന്നത്. പക്ഷെ അതേ അമർഷത്തോടു കൂടിയാണ് സംസാരിക്കുന്നതെങ്കിലും അവിടെ ഒരു പ്ലീസ് ചേർത്തപ്പോ എന്ത് പറ്റി, അതിന് വേറൊരു മാനദണ്ഡവും വേറൊരു അഭിപ്രായമായിരിക്കും വരുന്നത്. അപ്പം തികച്ചും അങ്ങനെ ഒരു ഫീലാണ് എനിക്കത് വായിച്ചപ്പം അത് കിട്ടിയത്. അത് നമുക്ക് ഗുരുജിയോട് തന്നെ ചോദിക്കാം. അപ്പം നമുക്ക് 1 hour ആയി. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തെങ്കിലും നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഹരിയോ.